റഹ്മാൻ റഹീം. വേദിയിലിരിക്കുന്ന മഹത്തുക്കളായ വ്യക്തിത്വങ്ങളെ, ആദരണീയരായ സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, ബഹുമാന്യനായ ഗുരുനാഥൻ വാണിദാസ് മാഷിന്റെ വളരെ വികാരോജ്വലമായ ഒരു പുസ്തകമുണ്ട്, പ്രവാചക കഥകൾ. അതിന്റെ ആമുഖത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറിക്കുന്ന ഒരു വരിയുണ്ട്. അത് വായിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഒരു സഹപാഠിയുടെ തുവാലയിൽ നിന്ന് കെട്ടിമുറുക്കി വെച്ച ഓത്തുകിതാബെന്ന് തുറന്നു നോക്കിയതിന്റെ പേരിൽ ക്ലാസ് അധ്യാപകനിൽ നിന്ന് നിൽക്കേണ്ടി വന്ന കഠിനമായ പ്രഹരം പിൽക്കാലത്ത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളുടെ അന്തസൗന്ദര്യം കണ്ട് ആസ്വദിക്കാനുള്ള വിനീതമായ ശ്രമത്തിനുള്ള പ്രേരകമായി ഭവിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഖുർആനിക ദർശനം, പ്രവാചകചര്യ, ഖലീഫമാരുടെ ജീവിതം, ഇവയൊക്കെ ലഘുവ എന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞപ്പോഴൊക്കെ ഇസ്ലാമിന്റെ പേരിൽ ഇവിടെ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം സത്യശുദ്ധമായ ഇസ്ലാമുമായി 14 നൂറ്റാണ്ടിന്റെ അകൽച്ചയെങ്കിലും സൂക്ഷിക്കുന്നത് പോലെ എനിക്ക് തോന്നി. വിമോചന ദൈവശാസ്ത്രമെന്ന് ഞാൻ കരുതി പോന്ന ഇസ്ലാമല്ല, ഇസ്ലാമല്ലാത്ത എന്തോ ഒന്നാണ് ഇസ്ലാമിന്റെ പേരിൽ ഇവിടെ പ്രചരിച്ചു പോന്നതെന്ന് എനിക്ക് മനസ്സിലായി. മുഹമ്മദ് നബി വിശ്വഗുരുവാണെന്നും ഇസ്ലാം സമഗ്ര ദർശനമാണെന്നും മാനവ ദർശനമാണെന്നും ബോധ്യപ്പെട്ട ഒരു മനസ്സ് ഇന്നത്തെ ഇസ്ലാമിന്റെ മുഖത്ത് നോക്കി തെറ്റിദ്ധരിക്കപ്പെട്ട മതം എന്ന് വിളിച്ചു പോകുന്നത് സ്വാഭാവികമാണ്. മുഴുവൻ മനുഷ്യർക്കും വേണ്ടി മനുഷ്യരുടെ പൊതു സ്വത്തായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രവാചക സന്ദേശത്തെ, പ്രവാചക ജീവിതത്തെ ഒരു സമുദായത്തിന്റെ വർണ്ണത്തിൽ അത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ സ്വാഭാവികമായും പ്രവാചക സന്ദേശവും ജീവിതവും തെറ്റിദ്ധരിക്കപ്പെട്ടു. പ്രവാചകൻ സ്വന്തത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്, എന്റെ നിയോഗം അറിവും സന്മാർഗവുമായി പെയ്തിറങ്ങിയ മഴ പോലെയാണെന്ന്. മഴ പെയ്യാത്ത ഭൂമി ഊഷരമായി തീരും. അറിവിന്റെയും സന്മാർഗത്തിന്റെയും അഭാവത്തിലുള്ള മനുഷ്യ മനസ്സും ഊഷരമായി തീരും. ഊഷരമായ ഭൂമിയിൽ മഴ പെയ്യുമ്പോൾ അത് ഉർവരമാകുന്നതുപോലെ മനുഷ്യ മനസ്സിൽ സന്മാർഗവും അറിവും ഉണ്ടാകുമ്പോൾ അത് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സഹാനുഭൂതിയുടെയും പുതിയ പൂക്കൾ വിരിയിക്കും. പ്രവാചകൻ പറയുന്നത്, എന്റെ സന്ദേശം അറിവും സന്മാർഗവുമായി പെയ്തിറങ്ങിയ മഴ പോലെയാണെന്ന്. മറ്റൊരിക്കൽ പ്രവാചകന്റെ നിയോഗത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഒരാൾ ഒരു വിളക്ക് കത്തിച്ചു വെച്ചു. ആ വിളക്കിലേക്ക് പാറ്റകളൊക്കെ വന്നു വീണ് മരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആകാവുന്നത്ര വേഗതയിൽ ആ മനുഷ്യൻ പാറ്റകളെ ആ തീയിൽ വീഴാതിരിക്കാൻ തട്ടിമാറ്റിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ എന്തു ചെയ്യാൻ, അയാളുടെ കൈകൾക്കിടയിലൂടെ പാറ്റകൾ ആ വിളക്കിൽ ചെന്ന് ചത്തു വീഴുകയാണ്. എന്റെ നിയോഗം ഇതുപോലെയാണ്. നരകാഗ്നിയിലേക്കും നാശത്തിലേക്കും അടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ ആകാവുന്നത്ര വേഗതയിൽ തട്ടിമാറ്റിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, മനുഷ്യരുടെ പൊതുസ്വത്തായ പ്രവാചക ജീവിതത്തെ അടുത്തറിയാൻ ഇവിടെ ഒരു സന്ദർഭം ഒരുക്കുകയാണ്. ഈ വേദിയെ ധന്യമാക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാന്യ സഹോദരങ്ങളെയും ഹൃദയം തുറന്ന് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു ധന്യമായ സദസ്സിൽ പ്രവാചക ജീവിത സന്ദേശത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് പ്രഭാഷണം നിർവഹിക്കുന്നത് ബഹുമാന്യ ഗുരുനാഥൻ വാണിദാസ് സാറാണ്. അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സൗമനസ്യത്തിന് മുന്നിൽ ഞാൻ
ആദ്യമായി പ്രണമിക്കുന്നു. സൗമനസ്യം എന്ന പദത്തിന് അത് ഞാൻ ഉപയോഗിക്കാൻ കാരണം സ്വല്പനേരമെങ്കിലും നിങ്ങൾ എന്നെ കേൾക്കാൻ സാഹസം കാണിക്കുകയാണ്. ആ സാഹസത്തിന് സൗമനസ്യമല്ലാതെ മറ്റെന്തായിരിക്കും പ്രേരകം? അതിനാൽ നിങ്ങളുടെ ഉദാരതയ്ക്ക്, സൗമനസ്യത്തിന് ഞാൻ ആദ്യമായി എൻ്റെ കൃതജ്ഞത പ്രകാശിപ്പിച്ചതാണ്. ഈ സദസ്സിൻ്റെ മുഖം എനിക്ക് ഹൃദ്യവും മമതയോലുന്നതുമാണ്. രണ്ട് പദവും ആലോചിച്ചുപയോഗിച്ചതാണ്. ഹൃദ്യം എന്നത് ഹൃദയംഗമം എന്ന ഉദ്ദേശ്യം, മമത എന്നത് എന്റേത്, ഇന്റിമസിയില്ലേ, എന്റേത് എന്ന തോന്നലാണ്. എന്തുകൊണ്ടങ്ങനെ എന്ന് നിങ്ങൾ ചോദിക്കുമോ എന്നെനിക്കറിയില്ല. അധ്യാപക സമൂഹത്തിന്റെ മുഖം നോക്കി സംസാരിക്കുമ്പോൾ എനിക്ക് സ്വാഭാവികമായും ഇതുപോലുള്ള ഒരു പ്രത്യേക വികാരം വളർന്നു വരുന്നു എന്നത് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. കൊതിയാണ്. അധ്യാപകരോട് സംസാരിക്കാൻ എനിക്ക് കൊതിയാണ്. എത്ര ദശകങ്ങൾ ഞാൻ അവരോട് സംസാരിച്ചു. കൊതിയാണ്. ഇതൊരു ബഹുസ്വരതയുടെ വേദിയാണെന്നും ഞാൻ നേരത്തെ അനുസ്മരിപ്പിച്ചു. മുസ്ലിം ഇസ്ലാം വിശ്വാസികളുടെ യോഗമല്ലിത്. എനിക്ക് തോന്നുന്നത്, എൻ്റെ കാഴ്ച ശരിയാണെങ്കിൽ താരതമ്യേന ചെറിയൊരളവിലെ ഇവിടെ സത്യവേദ വിശ്വാസത്തിന്റെ അനുഗാതാക്കളുള്ളൂ. ഏറെ പേരും പ്രയോഗം ശരിയല്ലെങ്കിൽ അമുസ്ലിം സ്വഭാവത്തിലുള്ളതാണ്. അമുസ്ലിം എന്ന പ്രയോഗം സൂക്ഷ്മാർത്ഥത്തിൽ ശരിയല്ലെന്ന് പറയും. ആ നിലയ്ക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ പുതുമ ഓലുന്നതല്ല എന്ന് അറിയുന്നവർക്ക് തോന്നുന്നുവെങ്കിൽ എന്നോട് പൊറുക്കുക. ഞാൻ ഒന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ, ഇവിടുന്ന് സംസാരിച്ചിറങ്ങുമ്പോഴേക്ക് പ്രവാചകനെക്കുറിച്ച് സാമാന്യമായി ഒരു ധാരണയുണ്ടാക്കുവാൻ മറ്റുള്ളവർക്ക് കഴിയുമെങ്കിൽ ഞാൻ ജയിച്ചു. അത്രയേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. പ്രവാചക ദർശനങ്ങളുടെ ആഴക്കയങ്ങളിൽ അഭിരമിക്കുവാനുള്ള ആഗ്രഹം എനിക്കില്ല. നേരെ മറിച്ച് സാമാന്യേന ചിലത് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ സുഹൃത്ത് ഹാരിസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്തിനത് അറിയുന്നു എന്നൊരു ചോദ്യമുണ്ട്. അറിയുന്നത് സത്യത്തിൽ ആത്മപ്രയോജകമാണ് നമുക്ക് എന്ന് ഞാൻ ധരിക്കുന്നു. ഞാൻ ഉപയോഗിക്കുന്ന ചില പദങ്ങൾ കട്ടിയുള്ളതായി തോന്നെങ്കിൽ എന്നോട് പൊറുക്കണം. നിങ്ങൾക്കത് തോന്നില്ല, നിങ്ങൾ അധ്യാപകരാണ്. എന്തുകൊണ്ട് ഞാനിത് ആത്മപ്രയോജകം എന്ന് പറയുന്നു? ഹാരിസ് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു പ്രത്യേക ജനപദത്തിന്റെ, മനുഷ്യവിഭാഗത്തിന്റെ, മതമണ്ഡലത്തിന്റെ, ജാതിവേദിയുടെ സങ്കുചിതമായ എന്തിൻ്റെയെങ്കിലും ആണെന്ന് ധരിക്കാതിരിക്കുക പ്രാഥമികമായി മാനുഷികത്തിന്റെ മഹത്തായ സമ്പാദ്യങ്ങളിൽ അപ്രധാനമല്ലാത്ത ഒന്നാണിത് എന്ന് നാം ധരിക്കണം. അതറിയാൻ നാം ശ്രമിക്കുന്നില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് അനവദ്യമായ ഒന്നായിരിക്കും എന്ന് നമ്മൾ ഓർക്കണം.
അനവദ്യമായ ഒന്ന് നഷ്ടപ്പെടുന്നത് വല്ലാത്ത നഷ്ടമാണ്. പ്രവാചകൻ മുഹമ്മദ് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ വക്താവാണ് എന്ന് ആരെങ്കിലും ധരിക്കുന്നത് വികലമായ ഒരു ധാരണയാണ്. ഞാൻ പിറന്നത് ഒരു ഹൈന്ദവ കുടുംബത്തിലാണ്. ഞാൻ വളർന്നു വന്നത് ഒരു ഹൈന്ദവ അന്തരീക്ഷത്തിലാണ്. എന്റെ സ്വന്തക്കാരും അടുത്തവരുമൊക്കെ വലിയൊരു ശതമാനം ഹൈന്ദവരാണ്. പക്ഷേ ഞാൻ സൂക്ഷിച്ചൊരു വികാരമുണ്ട്. വിജ്ഞാനത്തോട്, ജ്ഞാനവിജ്ഞാനങ്ങളോട്, അറിവിന്റെ വേദിയോട് അകൽച്ച സൂക്ഷിക്കാതെ അറിവ് സമാർജിക്കുവാനുള്ള ഏറ്റവും വലിയൊരു സംസ്കാരം അതിന്റെ ചെറിയൊരളവിൽ ഞാൻ സംരക്ഷിച്ചു പോന്നിട്ടുണ്ട്. ലോകത്തിൽ ആദ്യമുണ്ടായ കാവ്യഗ്രന്ഥങ്ങളിലൊന്നാണ് ഋഗ്വേദം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അടുത്ത് പരിചയിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. എവിടെ ചെന്നും അറിവാർജിക്കണമെന്ന് പറയുന്ന മഹിതവചനങ്ങൾ അതിനകത്തുണ്ട്. അറിവിന്റെ സാർവത്രികതയും സാർവജനീനതയും ആണ് അത് ഘോഷിക്കുന്നത്. അവിടം തൊട്ട് ആരംഭിക്കും. ഞാൻ ഈ പഴക്കം കാണിക്കുവാനാണ് അത് പറഞ്ഞത്. അവിടം തൊട്ട് ആരംഭിക്കുന്നു. ഇന്ന് ഞാനൊരു സർവജ്ഞനൊന്നുമല്ല, കുറച്ച് മാത്രം അറിയുന്ന ഒരു വിദ്യാർത്ഥി മാത്രമാണ് ഞാൻ. പക്ഷേ മതഗ്രന്ഥങ്ങൾ എന്ന പ്രയോഗം ഞാൻ ഇഷ്ടപ്പെടാത്തതാണ്. ആധ്യാത്മിക ഗ്രന്ഥങ്ങളോട്, ആത്മീയ ഗ്രന്ഥങ്ങളോട് എനിക്കൊരു പ്രത്യേക പ്രതിപത്തിയുണ്ട്. സ്പിരിച്വൽ ട്രെൻഡ് അതെന്റെ മനസ്സിന്റെ പ്രവണതയാണ്. അതുകൊണ്ട് ഞാൻ വിശ്വവിശ്രുതങ്ങളായ ആത്മീയ ഗ്രന്ഥങ്ങളെ തേടിപ്പിടിച്ച് അന്വേഷിക്കുവാൻ, കണ്ടെത്തുവാൻ, പഠിക്കുവാൻ, സ്വാംശീകരിക്കുവാൻ, എസിമിലേഷൻ സാധിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്റെ മുമ്പിൽ അതിനാൽ വേദഗ്രന്ഥങ്ങളുണ്ട്, ഗീതയുണ്ട്, ബൈബിളുണ്ട്, ഖുർആൻ ഉണ്ട്, ജപ്പാസിയുണ്ട്, സെന്റ് അവസ്ഥയുണ്ട്, ബൗദ്ധ ദർശനങ്ങൾ ഏറെയുണ്ട്. ഇതെല്ലാം എന്റെ മുന്നിൽ നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഇതൊക്കെ വായിക്കാൻ, പഠിച്ചറിയാൻ എന്നൊന്നും ഞാൻ അഹങ്കരിക്കില്ല. മനസ്സിലാക്കുവാൻ ശ്രമിച്ച ഗ്രന്ഥവിശേഷങ്ങളാണ്. ഇതൊക്കെ വായിച്ച് വരുമ്പോൾ എന്നിൽ നിറഞ്ഞു നിന്ന ഒരു വസ്തുത, എല്ലാറ്റിൻ്റെയും അന്തസ്സാരം ഒന്നാണ് എന്നാണ്. എല്ലാ മതവേദികളും പിറക്കുന്നത് ഒരേയൊരു സന്ദേശവുമായാണ് എന്നാണ്. ഏത് മതഗ്രന്ഥവും ലോകത്ത് പിറക്കുന്നത് ദൈവത്തിന്റെ ഏകത്വത്തിൽ ഊന്നി ഉറച്ചുകൊണ്ടാണ്. ഭാഗ്യദോഷം കൊണ്ട് ലോകത്ത് അത്തരത്തിലുള്ള മതങ്ങളിലൊക്കെ മായം ചേർക്കപ്പെടുകയും സമീപനങ്ങളൊക്കെ വികലമാവുകയും ചെയ്തിട്ടുണ്ട്. ഏകദൈവത്വം ഇടിച്ചു പൊളിച്ച് വികൃതമയമായി പരിണമിച്ച ദയനീയ കഥയാണ് നാം അവിടെയൊക്കെ കാണുക. പക്ഷെ കാലത്തിന്റെ ഈ തിരത്തല്ലലിൽ തകർന്നുപോയി മൗലിക ദർശനങ്ങൾ മിക്കതും, അഥവാ എല്ലാം എങ്കിലും. നിഷ്പക്ഷമായ ഒരു കാഴ്ചപ്പാട് വെച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കട്ടെ. വേദഗ്രന്ഥമായ ഖുർആൻ വിഭാവനം ചെയ്യുന്ന, പ്രബോധിപ്പിക്കുന്ന ദൈവത്തിന്റെ ഏകത്വം എന്നുള്ള തെളിഞ്ഞ ദൃഢരൂഢമായ ഒരു കാഴ്ചപ്പാടില്ലേ, അതിന് യുഗാന്തരങ്ങൾ കടന്നുപോയിട്ടും സംവത്സരങ്ങൾ ഏറെ പിന്നിട്ടിട്ടും ഇന്നും മങ്ങലേറ്റിട്ടില്ല എന്നത് ആശ്വാസകരമായ
ഒരു വസ്തുതയാണ്. ഇസ്ലാം സംസ്കൃതി ഉയർത്തിക്കാട്ടുന്ന ഏകദൈവത്വത്തിന്റെ ധാരണ വികലമായി തീർന്നിട്ടില്ല. ഞാനിതൊരു മുസ്ലിം സംഘടനയുടെ ക്ഷണിക്കപ്പെട്ടവനായി കടന്നുവന്ന് വിധേയത്വം സൂക്ഷിച്ച് സംസാരിക്കുകയാണ് എന്ന് ധരിക്കരുത്. 57 വർഷം ഞാൻ പ്രസംഗിച്ചു നടന്നു. ഇന്ന് വരെ അക്ഷരം വിറ്റിട്ട് അർത്ഥം നേടാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഒരു ഭൗതിക പ്രലോഭനങ്ങളും എന്നെ സ്വാധീനിച്ചിട്ടില്ല. നിഷ്കപടമായി ഞാൻ വിളിച്ചറിയിക്കുന്നു, പിറവിയുടെ കാലത്ത് ദൈവത്തിന്റെ ഏകത്വം എന്നത് എത്രത്തോളം ദൃഢരൂഢമായി അവതരിപ്പിക്കുവാൻ ഇസ്ലാം സംസ്കൃതിക്ക് സാധിച്ചിട്ടുണ്ടോ അതേ ദൃഢരൂഢഭാവത്തിൽ ഇന്നും വർത്തിക്കുന്നു എന്നത് ഒരു വിസ്മയകരമായ വസ്തുതയായി ഞാൻ ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അതിൽ മായം ചേർക്കാതെ അതിലൂന്നി മറിച്ചു വരുന്നതൊക്കെ തന്നെ ഗുരുതരമായ, മായ്ച്ചാൽ മായാത്ത, തീർത്താൽ തീരാത്ത കുറ്റമാണെന്ന് കരുതിപ്പോരുന്ന ഇടക്ക് കയറിയ ഒരു കാര്യം ഞാൻ തൊട്ടു കാണിക്കട്ടെ. സ്വർഗനരകങ്ങളിലുള്ള വിശ്വാസം ഇസ്ലാം സംസ്കൃതിക്കുണ്ട്. നരകത്തിൽ സ്ഥിരവാസമല്ല മനുഷ്യന് കൈവരുന്നത്. ശാശ്വത ജീവിതം സ്വർഗതലത്തിൽ മാത്രവുമാണ്. നരകത്തിൽ ഒരു നിശ്ചിത കാലം കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് അവിടെയുള്ളവരൊക്കെ പ്രമോട്ട് ചെയ്യപ്പെടും. അങ്ങനെയാണ് വിശ്വാസം. പക്ഷേ എല്ലാവരും പ്രമോഷന് വിധേയരാകുന്നില്ലത്രേ. 2 തരക്കാർ അവിടെ തന്നെ കഴിയും. അവർക്ക് പ്രമോഷനില്ല. മറ്റുള്ളവർക്കൊക്കെ അവരുടെ വരിയിൽ എഴുതി വയ്ക്കും പ്രൊമോട്ടഡ് ടു ക്ലാസ് 1 എന്ന് എഴുതി വയ്ക്കും. സ്വർഗത്തിലേക്ക് അവർ പോകും. 2 കൂട്ടരെ പ്രമോഷൻ വിധേയരാക്കുന്നില്ല. കാരണമറിയുമോ? ഏറ്റവും ഗൗരവമെന്ന, തീർത്താൽ തീരാത്ത, പരിഹരിച്ചാലും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന മഹാപാതകത്തിന്റെ കർമ്മികളോ കാരകന്മാരോ ആയിരിക്കും ആ 2 കൂട്ടർ. ആ 2 പാതകങ്ങൾ എന്തെന്നറിയുമോ? ഒന്ന്, ദൈവത്തിന് പകരക്കാരനെ കരുതിപ്പോന്നവർ, ശിർക്ക്. ദൈവത്തിന് പകരക്കാരനെ കാണുക, ദൈവം ഒന്നല്ല ഏറെയാണ് എന്ന് വിശ്വസിക്കുക. അത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഇപ്പോഴെടുത്ത് പറഞ്ഞത്. ദൈവത്തിന് പകരക്കാരൻ കാണുന്നത് അത്ര വലിയ ഗർഹണീയമായ പാതകമാണ്, ഗൗരവമെന്ന കുറ്റമാണ്. ദൈവം ഒന്നാണ് എന്നതിന് പകരം ദൈവം അനേകങ്ങളാണ് എന്ന് പറയുന്നത് പാതകമാണെന്ന് കരുതിപ്പോരുന്ന അവർക്ക് മോചനമില്ലത്രേ. 2, അർത്ഥിയെ പുറങ്കാലിട്ട് തള്ളിയകറ്റുക. മനുഷ്യ സേവനത്തിന്റെ തലത്തിൽ ഹീനമായ, ക്രൂരമായ ഭാവം സൂക്ഷിക്കുക. ഈ 2 പാപങ്ങൾ, ഗർഹണീയങ്ങളായ 2 പാപങ്ങൾ അവർക്ക് മോചനമില്ലത്രേ. അതുകൊണ്ട് നരകത്തിന്റെ തലത്തിൽ സ്ഥിരവാസം അവർക്കാണെന്നാണ് പറയുന്നത്. കുറെ കാലത്തേക്ക് സ്ഥിരം അങ്ങനെ ഒരു വാസമില്ല, എങ്കിലും കുറെ കാലത്തേക്ക് അവർ അവിടെ തന്നെ കിടക്കേണ്ടി വരുമെന്ന്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഏകത്വത്തിൽ ഊന്നിയുറച്ച് വിശ്വസിക്കുന്ന, ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വിശ്രുതമായ മതദർശന പഥങ്ങളിൽ ഒരേ ഒന്ന് ഇസ്ലാം സംസ്കൃതിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ആ ദാർശനികമായ അചഞ്ചലതയില്ലേ, ആ അചഞ്ചലത എന്നെ വല്ലാതെ ആകർഷിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബൗദ്ധഗ്രന്ഥങ്ങളിൽ പോലും ബുദ്ധന്മാരൊക്കെ, ബുദ്ധാവകാശികളൊക്കെ ദൈവങ്ങളായി മാറിക്കഴിഞ്ഞ ഹീന മഹായാന കഥാതലത്തിൽ, അധ്യാപകരായതുകൊണ്ട് ഞാൻ അങ്ങനെ സൂചിപ്പിക്കുന്നത് അസ്ഥാനത്തല്ലെന്ന് കരുതിപ്പോരുന്നു. അവരൊക്കെ ദൈവങ്ങളാണിപ്പോ. ബൗദ്ധദർശന തലത്തിൽ പോലും ഇതിനെ എതിർത്ത ജൈന പാരസിക വിശ്വാസികളുടെ തലത്തിൽ പോലും
ദൈവത്തിന് എണ്ണം വർദ്ധിക്കുന്ന, ദൈവത്തിന്റെ എണ്ണം കൂടുന്ന ദുരവസ്ഥ നമുക്ക് ചിന്തിക്കാനൊക്കാത്തതാണ്. ഒപ്പം എന്റെ വീട്ടിൽ ഞാൻ ഭദ്രമായി സൂക്ഷിച്ചു പോരുന്ന ജപ്പാസി 1000-ലേറെ പേജുകളുള്ളൊരു ഗ്രന്ഥമാണ്. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ സത്യവേദ വിശ്വാസം എന്ന് ഞാൻ കീർത്തിക്കുന്ന ഇസ്ലാം സംസ്കൃതിയോട് ആദരവ് കൂടുകയാണ്. കാരണം ഒരു മാറ്റവും വരാതെ ഈ തൗഹീദിൽ ഊന്നിയുറച്ചു നിൽക്കുന്നു എന്നതിൽ. സെന്റ് അവസ്ഥ ഒരുപാട് മനുഷ്യ സേവന തലത്തിൽ ഒരുപാട് സംഭാവന ചെയ്ത ഒരു മതത്തിന്റെ ദാർശനിക ഗ്രന്ഥമാണ്. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ 800 പേജ് വരുന്നൊരു പുസ്തകമാണ്. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിന്റെ ഇന്നത്തെ അവസ്ഥ കഷ്ടമാണല്ലോ എന്നോർത്ത് ഞാൻ വിഷമിക്കുകയായിരുന്നു. ബൈബിളിൽ പോലും നിങ്ങൾ ആദ്യത്തെ പഴയ നിയമങ്ങളും പുതിയ നിയമങ്ങളുമൊക്കെ ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിരിക്കും. അതിലാദ്യം പറഞ്ഞത് ദൈവത്തിന്റെ ഏകത്വത്തെ പ്രബോധിപ്പിച്ചുകൊണ്ടുള്ളതാണെങ്കിൽ ഇന്നവിടെ 2-3 ദൈവങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ത്രിത്വം എന്നൊക്കെ പറയുന്ന ട്രിനിറ്റിയുടെ ഭാവം നിങ്ങൾക്ക് അവിടെ കാണാം. ദൈവത്തിന്റെ എണ്ണം കൂടിപ്പോയിരിക്കുന്നു. അപ്പോഴും എനിക്ക് ബൈബിളിന്റെ മനുഷ്യ സ്നേഹപരമായ പ്രവർത്തന വൈവിധ്യങ്ങളോട് ഹൃദയംഗമമായ ആഭിമുഖ്യം സൂക്ഷിക്കുന്ന ഒരാളെന്ന ഞാൻ സന്തോഷം കൊള്ളുകയും ഈ ദൈവത്തിന്റെ എണ്ണം വർദ്ധിക്കുന്ന ദുരവസ്ഥ വന്നപ്പോ എനിക്ക് വിഷമം തോന്നുകയുമാണ്. അപ്പോഴും അൽ ഖുർആൻ എന്റെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നു എന്ന് കാണാതെ പറയാതെ വയ്യ. അദ്വൈതം ഘോഷിക്കുന്ന ഭാരതീയ എനിക്ക് വിഷമം. ഭഗവത്ഗീതയുടെ കുടക്കീഴിൽ നമുക്ക് ലോകത്തിലെ മുഴുവൻ മതഗ്രന്ഥങ്ങളെയും നിർത്താൻ കഴിയും. എന്നാൽ ആ അദ്വൈതം ഘോഷിച്ച ദർശനപഥത്തിന്റെ അനുഗാതാക്കളിൽ 30 കോടികളായി ദൈവങ്ങൾ വളർന്നിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന മായം ചേർക്കൽ എത്രമാത്രം ഗർഹണീയമാണെന്ന് നമ്മൾ ഓർക്കേണ്ടി വരും. ഞാനിത് സൂചന മാത്രമേ നിങ്ങൾക്ക് തരുന്നുള്ളൂ. കാരണം നിങ്ങൾ അധ്യാപകരാണ്. ആ നിലയ്ക്ക് നിങ്ങളോട് അധികം വിശദീകരിക്കേണ്ടെന്ന ആവശ്യമില്ല. അതിനാൽ ഏകദൈവത്വത്തിൽ ഇപ്പോഴും അചഞ്ചലഭാവത്തോടെ ഊന്നിയുറച്ചു നിൽക്കുന്ന ഒരു മതതലം എന്ന രീതിയിൽ ഇസ്ലാമിക സംസ്കൃതിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ദൈവത്തിന്റെ അദൃശ്യതയില്ലേ, അനുപമമായ അസദൃശമായ സിദ്ധികളെക്കുറിച്ചുള്ള ബോധമില്ലേ, ആ ബോധത്തിന്റെ മുമ്പിൽ നാം നമിക്കുക. ഈ ദൈവമാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്ന് നാം വിശ്വസിക്കുന്നു. നമ്മളൊക്കെ വിശ്വാസികളാണ്. കുറെ വിശ്വസിക്കേണ്ടി വരും. നമ്മളൊക്കെ വിശ്വാസികളാണ്. മതധാരണയുള്ളവർക്കൊക്കെ വിശ്വാസം അനിവാര്യവുമാണ്. അതനുസരിച്ച് പറഞ്ഞാൽ ഈ ഭൂമി ഒരു കാലത്ത് തീർത്തും ഊഷരമായിരുന്നു. ഈ ഊഷരമായ ഭൂമിയിൽ പച്ച പടർപ്പുകൾ ഉണ്ടാക്കിയത് ദൈവമാണ് ആദ്യമായി. അന്ന് മറ്റ് ജീവരാശികളൊന്നുമില്ല. ഭൂമിയുടെ ഗതകാല കഥാഗതി അത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഈ പച്ചപ്പടർപ്പുകളിൽ സസ്യലതാദികളെ വളർത്തിയെടുത്തത് ദൈവമാണെന്ന് നാം അറിയുന്നു. അപ്പോഴും മറ്റ് മൃഗങ്ങളും പക്ഷികളും മനുഷ്യനും പിറന്നിട്ടില്ല. കാലം പിന്നെയും കുറെ കഴിഞ്ഞപ്പോ സസ്യലതാദികൾക്ക് ശേഷം പക്ഷിമൃഗാദികൾ ഇറക്കപ്പെട്ടു എന്നതും ഭൂമിശാസ്ത്രത്തിന്റെ കഥാഗതിയിൽ നാം അറിയുന്നു. അതും ദൈവമാണെന്നാണ് നമ്മുടെ വിശ്വാസം. ഭൂമിയെ ചമയിച്ചൊരുക്കുകയാണ്. ഭൂമിയെ സംവിധാനം ചെയ്തു നിർത്തുകയാണ്. എന്തിനോ വേണ്ടി, എന്താണെന്ന് അന്ന് നമുക്കറിയില്ല. ഭൂമി എന്ന പെണ്ണിനെ ചമയിച്ചൊരുക്കുകയാണ് ദൈവം എന്നാണ് നമ്മുടെ വിശ്വാസം. പിന്നെ പക്ഷികൾ ഇറങ്ങിയപ്പോൾ, പിന്നെ മൃഗങ്ങൾ ഇറങ്ങിയപ്പോ, ഏറെക്കുറെ രംഗം പാകപ്പെട്ടു വന്നപ്പോ മനുഷ്യനെ അവതരിപ്പിക്കുകയാണ് ദൈവം. അങ്ങനെ മനുഷ്യൻ ഭൂമിയിൽ പിറന്നു. ഒരു കാലത്ത് ഊഷരമായിരുന്ന ഭൂമിയിൽ സസ്യലതാദികളും പക്ഷിമൃഗാദികളും പിന്നെ മനുഷ്യനും പിറന്നപ്പോ
ഭൂമി സംവിധാനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ സംവിധാനം ചെയ്യപ്പെട്ട ഭൂതലത്തിൽ ദൈവം മനുഷ്യനെ വിളിച്ച് ഇങ്ങനെ ഉപദേശിക്കുന്നു. മനുഷ്യ, നിനക്ക് വേണ്ടി ഞാൻ ഈ രീതിയിൽ അവതരിപ്പിക്കുന്നത് കുറച്ചുകൂടി കൗതുകകരമായ രീതിയിൽ ഈ കഥ അവതരിപ്പിക്കാനാണ്. ഞാൻ ഈ ഭൂമി നിർമ്മിച്ചത് നിനക്ക് വേണ്ടിയാണ്. ഭൂമിയിലുള്ള സമസ്തവും നിർമ്മിച്ചത് നിനക്ക് വേണ്ടിയാണ്. എല്ലാ സംവിധാനങ്ങളും നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. നീ രംഗത്തിറങ്ങുന്നതിന് സഹായകമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടി ഞാൻ ശ്രദ്ധാപൂർവം സോദ്ദേശ്യം ചെയ്തതാണ് ഇതൊക്കെ. നിനക്കിത് പ്രയോജനപ്പെടുത്താം, നിനക്കിത് ഉപയോഗപ്പെടുത്താം. നീ ഉപഭോക്താവാണ്, കൺസ്യൂമർ. വളരെ പ്രചുരമാണ് ആ പദം ഇന്ന്. പക്ഷെ മനുഷ്യനെ കൺസ്യൂമർ ആക്കിയത് ദൈവമാണ്. നീ ഉപഭോക്താവാണ്. നിനക്കുപയോഗിക്കാനാണ്, മറ്റൊന്നിനു വേണ്ടിയല്ല ഞാനിത് ചെയ്തത്. പിന്നെ ഞാൻ നിന്നെ എന്തിന് അവതരിപ്പിച്ചു എന്നതാണ് ഒരു ചോദ്യം. ഉത്തരമുണ്ട്. ദൈവം സ്വല്പം സ്വാർത്ഥിയാണെന്ന് വിചാരിച്ചോളൂ. പരസ്പരം സഹായിക്കാൻ നിനക്കൊരു ബാധ്യതയുണ്ട്. അത് നിന്റെ ജോലികളിൽ ഒന്നാണ്. മറ്റൊരു ജോലി കൂടിയുണ്ട് നിനക്ക്. എന്നെ കീർത്തിച്ചുകൊണ്ടിരിക്കുക. നീ എന്റെ ശക്തിവിശേഷത്തെക്കുറിച്ച്, എന്റെ സർവജ്ഞതയെക്കുറിച്ച്, എന്റെ സകലമാന സിദ്ധികളെക്കുറിച്ചും വിസ്മയകരമായ സാധ്യതകളെക്കുറിച്ചും നീ കീർത്തിച്ചുകൊണ്ടിരിക്കണം. ഈ രണ്ട് കാര്യത്തിനാണ് മനുഷ്യ നിന്നെ ഞാൻ സൃഷ്ടിക്കുന്നത്. നിനക്ക് ജീവിക്കണം. അതിനാൽ ഇതൊക്കെ സംവിധാനം ചെയ്തിരിക്കുന്നു. പക്ഷേ നീ ഒരു കാര്യമുണ്ട്. നിനക്കായി സംവിധാനം ചെയ്യപ്പെട്ടു എന്നതുകൊണ്ട് കണ്ടമാനം അനിയന്ത്രിതമായി നീ ഇത് ഉപയോഗപ്പെടുത്തിക്കൂടാ. നീ ഓർക്കേണ്ടത് നീ ഒരു ഏകാകിയാണ് അല്ല എന്നാണ്. മറ്റുള്ളവരുടെ കൂടി നീ ഓർമ്മിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുത്തപ്പെടണം. നിന്റെ ആഗ്രഹത്തിനനുസരിച്ച് അഭിലാഷങ്ങൾക്കൊത്ത് നീ കണ്ടമാനം അനിയന്ത്രിതമായി ഭൂവിഭവങ്ങൾ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയാൽ, പെരുമാറാൻ തുടങ്ങിയാൽ, നിന്റെ ഇച്ഛാനുസാരം സ്വാതന്ത്ര്യത്തിനനുസരിച്ച് നീ പെരുമാറാൻ തുടങ്ങിയാൽ, അതിന്റെ അത്യാഹിതം ഈ ലോകത്ത് അവശേഷിക്കും. നീ വെറിപിടിച്ചവനായി പരിണമിച്ചാൽ, ആസക്തിയുള്ളവനായി തീർന്നാൽ, അനിയന്ത്രിതാഭിലാഷത്തിന്റെ വക്താവായി മാറിയാൽ, ഈ പ്രപഞ്ചത്തിലുള്ള സകലതും ക്രമം തെറ്റി പരിണമിക്കുമെന്ന കാര്യവും നീ ഓർമ്മിക്കുക. അതുകൊണ്ട് നീ ഒരു ചിട്ട, ഒരു ക്രമം, ഒരു കോഡ് ഓഫ് കോണ്ടക്ട് ഈ പ്രപഞ്ച ജീവിതത്തിൽ അനുസരിച്ചേ തീരൂ. ഒരു കോഡ് ഓഫ് കോണ്ടക്ട് നീ അനുസരിക്കണം, പെരുമാറ്റച്ചട്ടം. ആ ചട്ടം വിലംഘിക്കുമ്പോൾ ഇവിടെ അനർത്ഥങ്ങൾ ഉണ്ടാകും. ഇവിടെ പഞ്ഞമുണ്ടാകുന്നത് പ്രകൃതിയിൽ വിഭവങ്ങളില്ലാഞ്ഞിട്ടല്ല. ഇവിടെ വറുതിയും പട്ടിണിയും അനുഭവപ്പെടുന്നത് ദൈവം പ്രകൃതിയിൽ വിഭവങ്ങൾ സംവിധാനം ചെയ്യാഞ്ഞിട്ടല്ല. നേരെമറിച്ച് നിന്റെ ആർത്തി, നിന്റെ ആസക്തി, നിന്റെ പരിധിരഹിതമായ അഭിലാഷം, അത് വരുമ്പോൾ ഇവിടെ പഞ്ഞവും പട്ടിണിയും വറുതിയും ദാരിദ്ര്യവും ഇല്ലായ്മയും വല്ലായ്മയും എല്ലാം അനുഭവപ്പെടും. അപ്പോൾ ഭൂമിയിൽ പഞ്ഞം പിറക്കുന്നത്, ദാരിദ്ര്യം അനുഭവപ്പെടുന്നത്, ഇല്ലായ്മ അനുഭവപ്പെടുന്നത് നിന്റെ മനോദോഷം കൊണ്ടാണ്, ദൈവത്തിന്റെ കുറവല്ല. ഇവിടെ യുദ്ധമുണ്ടാവുന്നത് നിന്റെ മാനസികമായ വികല സമീപനങ്ങളെ കൊണ്ടാണ്. ശീതസമരങ്ങൾ ഉണ്ടാകുന്നത് നിന്റെ കാഴ്ചപ്പാടിന്റെ വൈകല്യം കൊണ്ടാണ്. അതിനാൽ ഈ ഭൂമിയിൽ അസമാധാനമുണ്ടാവുന്നത്, അക്രമങ്ങൾ ഉണ്ടാവുന്നത്
ക്രമവിരുദ്ധമായ ഗതിവിഗതികൾ സംഭവിക്കുന്നത് എല്ലാം നിന്റെ വികലത കൊണ്ടാണ്. നിനക്ക് ഞാൻ ഒരു കാര്യം കൂടി തന്നിരിക്കുന്നു. ദൈവം പറയുന്നു, മറ്റൊരു ജീവരാശിക്കും കൊടുത്തിട്ടില്ലാത്ത ഒരു സൗഭാഗ്യം ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നീ അത് മറക്കുന്നു. ആ സൗഭാഗ്യം ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള, ധർമാധർമ്മ വിവേചനത്തിനുള്ള, ന്യായാന്യായ വിബോധനത്തിനുള്ള, കൂടുതൽ നന്മയിലേക്ക് പടിവച്ച് ഉയർന്നു പൊങ്ങുവാനുള്ള ഒരു സാധ്യതയാണ്, ഒരു സിദ്ധിയാണ് ഞാൻ നിനക്ക് തന്നിട്ടുള്ളത്. അതാണ് വിശേഷ ബുദ്ധി. ആർക്കും കൊടുത്തിട്ടില്ല ഞാനത്. നിങ്ങൾ ഈ വിഷയമൊന്ന് ഓർമ്മിക്കുമെങ്കിൽ മനുഷ്യന്റെ വ്യതിരിക്തത മനസ്സിലാകും. ആർക്കും കൊടുത്തിട്ടുള്ള വിശേഷ ബുദ്ധി മനുഷ്യനല്ലാതെ. മൃഗങ്ങൾക്ക് കൊടുത്തില്ല, തിര്യക്കുകൾക്കൊന്നിനും കൊടുത്തില്ല, പക്ഷികൾക്ക് നൽകിയില്ല. എന്തിന്? ആകാശചാരികളായ മാലാഖമാർക്ക് പോലും വിശേഷ ബുദ്ധി കൊടുത്തിട്ടില്ല. അവരെക്കാളും പ്രിയതരം എന്ന് കരുതിയിട്ടാണ് മനുഷ്യ നിനക്ക് ഞാൻ വിശേഷ ബുദ്ധി തന്നത്. നിനക്ക് വിശേഷ ബുദ്ധി തന്നതുകൊണ്ട് കഥാഗതിയിലെ വിശ്വാസം ഇങ്ങനെയാണ്. തന്നതുകൊണ്ട് മുഖം ചുളിച്ചവരാണ് മാലാഖമാർ. അങ്ങ് ദൈവത്തോടവർ കുശം പറയിക്കുന്നു. അങ്ങ് മനുഷ്യരോട് ഈ പ്രത്യേക പ്രതിപത്തി കാണിക്കുന്നത് കഷ്ടതരമാണ്. അതിന്റെ വൈകൃതം വൈകാതെ അങ്ങക്ക് കാണാം, മനസ്സിലാക്കാം. തമ്മിൽ തല്ലാനും തമ്മിലടിക്കാനും തമ്മിൽ വഞ്ചിക്കാനും സഹജമായ പ്രകൃതം കാണിക്കാൻ പോകുന്ന മനുഷ്യനെ നീ നാളെ കാണാൻ പോവുകയാണ്. ഇതൊക്കെ ഗുണദോഷിച്ചിരുന്നു പണ്ട് മാലാഖമാർ ദൈവത്തോട്. മാലാഖയ്ക്ക് പോലും നൽകാത്ത വിശേഷബുദ്ധി. വിശേഷബുദ്ധി മസ്തിഷ്കത്തിന്റെ ഇന്ധനമാണ്. വിശേഷബുദ്ധി ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യൻ നാലുകാലിൽ ഊന്നി നിൽക്കുന്ന മൃഗത്തിന് തുല്യനായിരിക്കും. ആഹാരം രണ്ടിനും വേണം, ഉറക്ക് രണ്ടിനും വേണം, ഭയം എന്ന വികാരം രണ്ടിനുമുണ്ട്, ലൈംഗികമായ വീഴ്ചക്കുള്ള വാസന ഇരുവർക്കുമുണ്ട്. ഇത്രയുമായാൽ മൃഗവും മനുഷ്യനും തുല്യരല്ലേ? ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് മനുഷ്യൻ വ്യത്യസ്തനായി നിൽക്കുന്നത്. വിവേകം പ്രജനിക്കുന്ന വിശേഷബുദ്ധി. അതാണ് ഇവന്റെ സമ്പത്ത്, ഇതിന്റെ സ്വത്ത്. ആഹാര നിദ്ര ഭയം മൈഥുനാനി സാമാന്യമേതൽ പശുഭി സമാന എന്നൊരു ചൊല്ലുണ്ട്. ഈ വിഷയങ്ങളിലൊക്കെ മനുഷ്യനും മൃഗവും തുല്യമാണ്. നമ്മൾ മനുഷ്യനും മൃഗവും തുല്യരാണോ? ഒരു വ്യത്യാസം കൊണ്ട് നമ്മൾ വ്യത്യസ്തരാകുന്നു. ശരിയും തെറ്റും കണ്ടുപിടിച്ച് ശരിയുടെ തലത്തിലൂന്നി കൂടുതൽ ശരിയുടെ തലത്തിലേക്ക് ഉയരുവാൻ മനുഷ്യനെ കഴിയൂ. പൂർണ്ണാപൂർണതകൾ കണ്ടെത്തി പൂർണ്ണതയിൽ ചവിട്ടി നിന്ന് കൂടുതൽ സമ്പൂർണതയിലേക്ക്, പെർഫെക്ഷനിലേക്ക് ഉയർന്നു പോകുവാൻ മനുഷ്യനെ കഴിയൂ. പ്രാകൃതവും അനാഗരികവും ആയ ആന്ധ്യമുറഞ്ഞു നിൽക്കുന്ന സാമൂഹ്യ പ്രതലത്തിൽ നിന്ന് പതുക്കെ ഉയർന്ന് പ്രകാശമയമായ ദൈവസന്നിധിയിലേക്ക് നടന്നു പൊങ്ങുവാൻ മനുഷ്യന് കഴിയുന്നു. എന്തുകൊണ്ട്? ഒന്നുകൊണ്ട് മാത്രം. അവന്റെ കയ്യിൽ വിശേഷബുദ്ധിയുണ്ട്. വിശേഷബുദ്ധി എന്ന് പറഞ്ഞാൽ അത് ഇന്ധനമാണ്. ആ ഇന്ധനം പ്രയോഗിക്കാൻ മനുഷ്യൻ തയ്യാറാവണം. അത് ഉപയോഗപ്പെടുത്തി നീ മുന്നോട്ട് പോകണം, മറക്കാതിരിക്കുക. ഇത് ദൈവം അവനെ അറിയിച്ചു. വിലക്കപ്പെട്ടതിന്റെ നേർക്ക് കൊതിയോടെ നോക്കാൻ കൂടി നീ ഒരുങ്ങരുത് എന്ന് പറഞ്ഞു. ഞാൻ വിശദീകരിക്കുന്നില്ല, സൂചന മാത്രം. ദൈവം തിരിച്ചു നടന്നു. മനുഷ്യൻ സ്വല്പം ആലോചിക്കാൻ തുടങ്ങി. എന്തിനു വിലക്കി എന്നുകൂടി അവൻ ചിന്തിക്കാൻ തുടങ്ങി. എന്തേ ഏറെ അനുഭവിച്ചാൽ എന്നവൻ അഹങ്കാരം കൊണ്ടോ? അങ്ങനെയാണ് വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ സമീപത്തേക്ക് ആദ്യത്തെ മനുഷ്യൻ പോകുന്നത് എന്ന് നിങ്ങൾ ഓർമ്മിക്കുമല്ലോ.
ആ വൃക്ഷത്തിന്റെ നേരെ പോകരുത് എന്ന് പറഞ്ഞിരുന്നു. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ഇവന്റെ കയ്യിൽ ബുദ്ധിയുണ്ടല്ലോ. അവൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ആ കനി തൊട്ടുപോകരുത് എന്ന് വിലക്കിയിരുന്നു. എന്തേ അങ്ങനെ പറയാൻ? തൊട്ടാൽ തൊട്ടു, അതനുഭവിച്ചു. രണ്ടുപേരും ഒപ്പം അനുഭവിച്ചു, ആണും പെണ്ണും. പ്രേരണകൾ എന്തോ ഉണ്ടാവട്ടെ. എനിക്കും ചില ന്യായവാദങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ കെട്ടഴിക്കുന്നില്ല. അവിടെ കടന്നു വരുന്ന ലൂസിഫറസിന്റെ കഥ തൊട്ട് എന്റെ മനസ്സിലുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ അഴിക്കുന്നില്ല. നിങ്ങൾക്കും ഉണ്ടാവും. നിങ്ങൾക്ക് അധ്യാപകരാണ്, ചിന്താശീലമുള്ളവരാണ്. ഞാൻ അത്തരം കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു പ്രകൃതം മാത്രം സൂചിപ്പിക്കട്ടെ. അതിതാണ്, വിലക്കപ്പെട്ടതിനെ സമീപിച്ച് എന്താ, എന്തിനാ എന്ന് ചോദിക്കാനുള്ള മനസ്സവൻ പ്രകടിപ്പിച്ചു. നിയമം ലംഘിക്കാനുള്ള ശീലവും അവൻ പ്രകടിപ്പിച്ചു. അതിന്റെ ഫലം അവൻ അനുഭവിക്കേണ്ടിയും വന്നു. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എടുത്തെറിയപ്പെടുക എന്ന് പറഞ്ഞാൽ സകല സൗഭാഗ്യങ്ങളുടെയും അധിത്യകയിൽ നിന്ന് സകല ശൂന്യതകളുടെയും അധസ്ഥിതാവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെടുക. ഗംഗാനദിയെ ഞാൻ പണ്ടൊരിക്കൽ ഒരിടത്ത് വെച്ച് കണ്ടു. ഗംഗാനദിയോട് എന്തേ കരഞ്ഞ് കരഞ്ഞ് ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് നിലയ്ക്കാതെ എന്ന് ഞാൻ ചോദിച്ചു. ഒരു കവിതയാണ് എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഗംഗാനദി എന്നോട് പറഞ്ഞു, സർ, എന്റെ ദുരവസ്ഥ ലോകത്ത് ആർക്കെങ്കിലും ഇതുവരെ വന്നുപെട്ടിട്ടുണ്ടോ? ഇക്കാലം അത്രയും സ്വർഗത്തിൽ രാജഭാവത്തിൽ ഞാനവിടെ പ്രവഹിക്കുകയായിരുന്നു, ഒഴുകുകയായിരുന്നു സ്വർഗത്തിൽ. ഇപ്പം ഞാനിതാ മണ്ണിൽ, ഭൂമിയിൽ വന്നു വീണിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള അധപ്പതനം. ഉള്ളൂർ കവി പാടിയതുപോലെ, നിർണയം നിന്നെപ്പോൽ പാരിൽ അധോഗതി വിണ്ണവർ ഗംഗക്കുമുണ്ടായില്ല എന്ന് ഗംഗയുടെ ദുരവസ്ഥയോർത്തുകൊണ്ട് ഉള്ളൂർ പാടിയിരുന്നു. ഞാനിവിടെ ആദ്യത്തെ മനുഷ്യൻ ആദമിന്റെ ദുരവസ്ഥയോർത്തിട്ട് ഇങ്ങനെ വിലപിക്കുകയാണ്. സ്വർഗത്തിൽ സുഖമായി ജീവിച്ചു പോന്നവൻ ഇതാ മനുഷ്യൻ മണ്ണിലേക്ക് ഇറക്കപ്പെട്ടിരിക്കുന്നു. നിയമം ലംഘിച്ചു എന്നതാണ് ഇതിന്റെ കാരണം. ദൈവാനുശാസനത്തെ വിലംഘിച്ചു എന്നതാണ് അതിന്റെ പ്രേരകം. ഇത് മനുഷ്യൻ സ്വയം ചെയ്തു വെച്ച ഒരു വൃത്തിവിശേഷമാണ് എന്നുകൂടി നിങ്ങൾ അനുസ്മരിപ്പിക്കുക. അപ്പൊ ദൈവത്തിനൊന്ന് ബോധ്യമായി, മനുഷ്യൻ പിഴക്കും. എന്തുകൊണ്ട്? മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടത് ദേവഭാവങ്ങൾ മാത്രം പ്രയോജനപ്പെടുത്തിയിട്ടല്ല. മനുഷ്യനിൽ പൈശാചികതയുമുണ്ട്. രണ്ടും മനുഷ്യനിൽ പ്രവർത്തിക്കുന്നുണ്ട്. ദേവഭാവന പ്രവൃദ്ധമായി പ്രവർത്തിക്കുന്നതിനനുസന്ധാനമായി മനുഷ്യനിൽ പൈശാചികമായ വികാരങ്ങളും പ്രവർത്തിക്കും. ചിലപ്പോൾ വലിയ ടഗോവാർ നടക്കും, കമ്പവലി നടക്കും. എന്നിട്ട് ജയിക്കുന്നതാരോ അതിന്റെ പ്രകൃതം അവൻ കാണിക്കും. ഇങ്ങനൊരു പ്രകൃതമുണ്ട്. അപ്പോൾ നല്ലത് ഓതിക്കൊടുത്തതൊന്നും മനുഷ്യനിൽ എക്കാലത്തേക്കും ജീവിക്കില്ല തീരുമാനിച്ചു. അപ്പം മനുഷ്യൻ കലഹം ആരംഭിക്കും എന്ന് ദൈവം കണ്ടു. നന്മയുടെ അസ്തമനം അതോടുകൂടി കൈവരും എന്നും ദൈവം മനസ്സിലാക്കി. മനുഷ്യൻ പിഴക്കുമ്പോൾ അവനെ വഴി കാണിക്കാൻ അപ്പോൾ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കണം എന്ന് ദൈവം തീരുമാനിക്കുന്നു. ദൈവത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ട് ദൈവം അത്തരം ഏറ്റവും വികലമായ കാലതലത്തിൽ വഴി കാണിക്കാൻ ഓരോരുത്തരെ അയക്കാൻ തുടങ്ങി. അവരെയാണ് നമ്മൾ പ്രവാചകന്മാരെന്ന് വിളിക്കുക. വഴി കാണിക്കാൻ അയക്കപ്പെട്ടവർ തന്റെ അനുശാസനങ്ങൾ കയ്യേറ്റ് ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ എത്തിക്കപ്പെടുന്നതിനു വേണ്ടി പ്രവാചകന്മാരെ അയക്കുന്നു. പല പ്രവാചകന്മാരും അങ്ങനെ വന്നിട്ടുണ്ട്. ഒരു കാരണം കൂടിയുണ്ട്. അത് ഈ മനുഷ്യനോട് ദൈവത്തിനുള്ള പ്രിയാതിരേകം കൊണ്ടുകൂടിയാണ്. ചെറിയ അളവിലൊന്നുമല്ല മനുഷ്യനെ ദൈവം ഇഷ്ടപ്പെടുന്നത്. ദൈവം മനുഷ്യന് കൊടുത്ത നിർവചനം നിങ്ങൾ അറിയുമോ? ഒരുപടി ദാർശനികന്മാർ മനുഷ്യന് നിർവചനം കൊടുത്തിട്ടുണ്ട്. ഒരു 5-10 നിർവചനങ്ങൾ എനിക്കറിയാം. ഞാൻ അതൊന്നും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നില്ല. മനുഷ്യൻ എത്ര സുന്ദരമായ പദം എന്ന്
മാക്സിം ഗോർക്കി പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു നോവലിൽ വായിച്ച് സന്തോഷം കൊള്ളുകയും അരിശം പൂളുകയും ചെയ്തവനാണ് ഞാൻ. എന്തുകൊണ്ട്? മനുഷ്യനെ നോക്കിയിട്ടാണ് എത്ര സുന്ദരമായ പദം എന്ന് പറഞ്ഞത്. മനുഷ്യനെ നോക്കിയിട്ട് ശപിക്കപ്പെട്ട ജീവി എന്ന് 100 കവികൾ പാടിയ വരികൾ എനിക്കറിയാം. ആ മനുഷ്യനെ നോക്കിയിട്ടാണ് എത്ര സുന്ദരമായ പദം എന്ന് പറഞ്ഞത്. ഞാൻ ശേഖരിച്ചു വെക്കാൻ തുടങ്ങിയിരുന്നു ഈ ദാർശനികന്മാരുടെ മനുഷ്യന് കൊടുത്ത നിർവചനങ്ങൾ. എത്ര സുന്ദരമായ പദങ്ങളുണ്ടെന്നറിയോ മനുഷ്യന്റെ നിർവചനം അറിയിച്ചുകൊണ്ട്. ഞാൻ അതൊന്നും സ്പർശിക്കാതെ ഒരു കാര്യം മാത്രം പറയാം. എന്റെ മനസ്സിനെ ആവേശമണിയിച്ച, അർത്ഥപൂർണമെന്ന് ഞാൻ സ്വയം വിശേഷിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ നിർവചനം നൽകിയത് വേദഗ്രന്ഥമാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ വിദ്യാഭ്യാസ സംബന്ധിയായ വിദ്യാവിഷയകമായ ഒരുപക്ഷെ 1000കണക്കിന് ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട്. നിരവധി നിർവചനങ്ങൾ ഞാൻ തേടിയിട്ടുണ്ട്. പക്ഷെ പ്രവാചകൻ മുഹമ്മദിനോളം വിദ്യ എന്ന പ്രതിഭാസത്തിന് പോരുന്ന നിർവചനം നൽകിയ മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. അത് ഒരു വിദ്യാഭ്യാസ സമ്മേളനത്തിൽ പറയാം. അത്ര ഉദാത്തമാണ്. ഇവിടെയാണെങ്കിൽ വേദഗ്രന്ഥം ഖുർആൻ നൽകിയതുപോലുള്ള ഒരു വചനം മനുഷ്യനെ പരിചയപ്പെടുത്താൻ മറ്റാർക്കെങ്കിലും നൽകിയതായി എനിക്കറിയില്ല. ഇന്ന് രാവിലെ വരെ ഞാൻ അതേക്കുറിച്ച് സുൽഫിക്കർ എന്ന് പറയുന്ന ഒരു ബംഗ്ലാദേശുകാരൻ ഒരാൾ എഴുതിയ, ഒരു ദാർശനികൻ എഴുതിയ ഒരു ലഘുഗ്രന്ഥം, 64 പേജ്, ഒരു ലഘുഗ്രന്ഥം ഒരു വട്ടം കൂടി വായിച്ചാണ് വരുന്നത്. അതിൽ അദ്ദേഹം ഖുർആനിലെ പദം ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത്, ഭൂമിയിൽ മനുഷ്യൻ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്. എന്റെ മനസ്സിൽ ഇപ്പോഴും കുളിര് കോരി പെയ്യുന്ന ഒരനുഭവമാണത്. അത് വായിച്ചു തീർന്നപ്പോ ദൈവത്തിന്റെ പ്രതിപുരുഷൻ, ഖലീഫ, ഭൂമിയിൽ ദൈവത്തിന്റെ പ്രതീകമാണ്, പ്രതിപുരുഷനാണ്, സിംബളാണ് സത്യത്തിൽ മനുഷ്യനെന്നാണ് വേദഗ്രന്ഥം സൂചിപ്പിക്കുന്നത്. അതിനർത്ഥത്തെക്കുറിച്ച് നിങ്ങൾ ഓർമ്മിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ പ്രതിപുരുഷൻ, അതിന്റെ ഒരു മിനിയേച്ചർ, അതിന്റെ ഒരു ലഘുരൂപം ആണത്രേ മനുഷ്യൻ. മനുഷ്യന് ഓടി രക്ഷപ്പെടാനൊക്കില്ല ഈ വചനത്തിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, അർത്ഥപൂർണമായ ഈ നിർവചനത്തെ കൊണ്ട് മനുഷ്യനെ തന്റെ കർമ്മതലത്തെ പ്രബോധിപ്പിക്കുകയും തന്റെ ഉത്തരവാദിത്വത്തിന്റെ ഗർഹണീയത ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാണ് വേദഗ്രന്ഥത്തിലെ ചില വരിഷ്ഠ പ്രയോഗങ്ങൾ എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രവാചകന്മാർ എന്തിനു വരുന്നു എന്ന് വെച്ചാൽ ഒരു കവിഭാഷയിൽ പറയട്ടെ. ഈ പ്രപഞ്ച ജീവിതത്തിനൊരു താളമുണ്ട്, ഒരു ഋഥം. ഈ പ്രപഞ്ച ജീവിതത്തിന് ഒരു ഋഥമുണ്ട്, ഒരു താളമുണ്ട്. ആ താളത്തിന് ഭംഗമേൽക്കുമ്പോൾ അതിലെ വീണയിലെ നാദതന്ത്രികൾ വികലമായി പരിണമിക്കുമ്പോൾ ആ നാദതന്ത്രികളെ, പൊട്ടിനുറുങ്ങിയ നാദതന്ത്രികളെ കെട്ടിമുറുക്കിയിട്ട് സ്വരശുദ്ധി വരുത്താൻ വേണ്ടി ഒരാൾ വന്നേ തീരൂ. ഈ ലോകത്തിന്റെ ചിട്ടയും ക്രമവും തെറ്റുന്നുണ്ട് എങ്കിൽ അത് ചൂണ്ടിക്കാട്ടി ജീവിതത്തിന്റെ സ്വരശുദ്ധി സാക്ഷാത്കരിക്കാൻ അതറിയുന്ന ഒരാൾ വന്നേ തീരൂ. ഒരു വിശ്വസ്തനായ ഒരാൾ, അത് മനുഷ്യനാവുകയും വേണം. കാരണം മനുഷ്യന്റെ സമൂഹത്തിലേക്കാണ് അവനെ അയക്കുന്നത്. ആ സമൂഹത്തിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഭാഷയുടെ ഉടമ തന്നെ വേണം താനും. അങ്ങനെ പ്രവാചകന്മാർ കടന്നു വരുന്നു. ധർമ്മം ക്ഷയിക്കുമ്പോൾ, അധർമ്മം കൊടികുത്തി വാഴുമ്പോൾ, ക്രമം തെറ്റുമ്പോൾ, താളം പിഴക്കുമ്പോൾ സ്വരശുദ്ധി സാക്ഷാത്കരിക്കുവാൻ വേണ്ടി അയക്കപ്പെടുന്ന ആളാണ് പ്രവാചകൻ എന്ന് മാത്രം നാം ധരിക്കുക. അപ്പോൾ പ്രവാചകന്റെ ദൗത്യം, പ്രവാചകന്മാരുടെ ദൗത്യം ഒന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിചാരബിന്ദുവായി നിങ്ങൾ കാണണം. ലോകത്തവതീർണരായ പ്രവാചകന്മാരുടെ
മുഴുവനും ദൗത്യവിശേഷം ഒന്നാണ്: പ്രപഞ്ചതാളം പുനഃസ്ഥാപിക്കുക. വികലമായി കഴിഞ്ഞ ധർമ്മപ്രവണത അത് പുനഃസൃഷ്ടിക്കുക. ഒരൊറ്റ ദൗത്യമാണ്. ദൈവം ഒരാളാണെങ്കിൽ ദൈവത്തിന്റെ സന്ദേശം ഒന്നിൽ നിന്ന് വ്യത്യസ്തമായിരിക്കില്ല മറ്റത്. ഒരേപോലുള്ള സന്ദേശമായിരിക്കും അയക്കുക. ദൈവ സന്ദേശം സനാതനമായിരിക്കും. സ്വാഭാവികമായും അതൊന്നായിരിക്കും. വിരുദ്ധതകൾ അവിടെ വരില്ല. ഞാനൊരു ചെറിയ വിദ്യാർത്ഥി. ഞാൻ പ്രവാചകന്മാരെ പേർ വിവരം എഴുതിയിട്ട് ഒരു 10-17 പേരുടെയെങ്കിലും, 10-26 പേര് ഖുറാനിലുണ്ട്, ഒരു 17 പേരുടെയെങ്കിലും പ്രവാചകന്മാരുടെ പേർ വിവരം എഴുതിയിട്ട് അവരുടെ വിശേഷ വ്യക്തിത്വത്തെ കീർത്തിക്കുന്ന വരികൾ സമാഹരിച്ചെഴുതി പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ദൈവത്തെ സാക്ഷി നിർത്തി പറയട്ടെ, എന്റെ ബോധ്യം, ഒരുപക്ഷെ ഞാൻ ഈ ബോധ്യം നിങ്ങളുടെ മുമ്പിലാണ് ആദ്യമായി പറയുന്നത്. എന്റെ ബോധ്യം, സജാതീയ സ്വഭാവമുള്ള ശബ്ദം, സ്വരം, പ്രകൃതം മാത്രമേ സകല പ്രവാചകന്മാരുടെയും വചനങ്ങളിലും ദർശനങ്ങളിലും എനിക്ക് കാണാനൊത്തിട്ടുള്ളൂ. ഒരു പ്രവാചകനും മറ്റൊരു പ്രവാചകനിൽ നിന്ന് അന്യനാവുന്നില്ല. ചില പ്രവാചകന്മാർ പ്രാദേശികമായ പ്രശ്നങ്ങളെ വ്യവഹരിച്ചിട്ടുണ്ടാകൂ. ചില പ്രവാചകന്മാർ വിശ്വവ്യാപകമായ പ്രശ്നങ്ങളെ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. എന്തു വന്നാലും പൂർവാപര വിരുദ്ധത ഒരിടത്തും കാണുവാൻ എനിക്കൊത്തിട്ടില്ല. അതിൽ ഞാൻ ഒരു പ്രത്യേകത നിങ്ങളെ അറിയിക്കട്ടെ. ലോകത്തിൽ അവതീർണരായ സകല പ്രവാചകന്മാരെയും വിലയിരുത്താൻ ശ്രമിച്ചപ്പോ എനിക്ക് ബോധ്യപ്പെട്ട ഒരു സത്യം എന്താണെന്നറിയുമോ? പല പ്രവാചകന്മാരും പ്രാദേശിക പ്രശ്നങ്ങളിൽ ഊന്നിയാണ് തങ്ങളുടെ കർമ്മപഥത്തെ നിർണയിച്ചിട്ടുള്ളത്. ഈ പ്രവാചകന്മാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരേ പ്രവാചകനെ ലോകമനസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു പ്രവാചകനെയും ഞാൻ രണ്ടാം നിരയിലേക്ക് തള്ളി മാറ്റുന്നില്ല. ക്രിസ്തുവായാലും ബുദ്ധനായാലും ലോകത്തിൽ അവതീർണരായ പ്രഖ്യാതരായ സകല പ്രവാചകന്മാരെയും ആദരപൂർവം ഉയർത്തി നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ വിളിച്ചറിയിക്കട്ടെ, വിശ്വമനസ്സിനോട് സംസാരിച്ച ഒരു പ്രവാചകനെ മാത്രമേ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളൂ. തന്റെ പണ്ഡിത ഗോഷ്ഠികളുടെ ഉത്ഥാനത്തിന് വേണ്ടി ശ്രമിച്ചവരുണ്ട്. തന്റെ പരിസരത്തിലുള്ള പ്രാദേശികമായ പ്രശ്നങ്ങളുടെ പരിശമനത്തിന് വേണ്ടി പരിശ്രമിച്ചവരുണ്ട്. തന്റെ രാജ്യത്തിലെ കാലഘട്ടത്തിലെ ദരിദ്രവാസികളുടെ വിമോചനത്തിന് വേണ്ടി പരിശ്രമിച്ചവരുണ്ട്. സ്നേഹശൂന്യമായ തന്റെ ജീവിത സാഹചര്യത്തിൽ നിന്ന് സ്നേഹപുഷ്കലതയിലേക്ക് മനുഷ്യനെ നയിച്ച പ്രവാചകന്മാരുണ്ട്. എല്ലാവരും ധർമ്മമാണ് അനുഷ്ഠിച്ചത്. എല്ലാവരും ഉദാത്തോജ്വലമായ കർമ്മതലമാണ് അംഗീകരിച്ചത്. എന്നാൽ എപ്പോഴും മനുഷ്യ സാമാന്യത്തെ, ലോകമനസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇവിടെയായാലും അവിടെയായാലും എവിടെയായാലും മനുഷ്യനെ പടിപടിയായി ഉയർത്തി ഏകനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നതിന് പരിശ്രമിച്ച ഒരു പ്രവാചകനെ മാത്രമേ എന്റെ ഹൃദയത്തിന്റെ അഗാധതകൾ സൂക്ഷിക്കുന്നുള്ളൂ. എല്ലാവരോടും ഞാൻ ആദരവ് കാണിക്കുന്നു. ആ പ്രവാചകനോട് ഞാൻ പ്രത്യേകത സൂക്ഷിക്കുകയും മറ്റ് പ്രവാചകന്മാരെ മുഴുവനും പ്രാദേശികതയിലൂന്നിയ പ്രവാചകന്മാരെന്ന് വിശേഷിക്കുമ്പോൾ ദൈവമേ അവരുടെ ആത്മാവ് എനിക്ക് മാപ്പ് തരട്ടെ, പ്രാദേശികതയിലൂന്നിയ നാഷണൽ പ്രോഫറ്റ്സ് എന്ന് ഞാൻ വിശേഷിപ്പിക്കുകയും ഒരു പ്രവാചകനെ മാത്രം വേൾഡ് പ്രൊഫറ്റ് എന്ന് വിളിക്കാൻ ഇഷ്ടം കൊള്ളുകയും ചെയ്യുന്നു. ഇത് ഒരു ദിവസത്തെ എന്റെ ധാരണയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന കാഴ്ചപ്പാടല്ല. ഒരുപാട് ഗ്രന്ഥങ്ങളുടെയും ജീവിതാനുഭവങ്ങളിലൂടെയും കടന്നു വന്നപ്പോ പ്രവാചകന്മാരെ വ്യത്യസ്തരായി കണ്ട് വിലയിരുത്തി ഒരു നിഗമനത്തിലെത്താൻ ശ്രമിച്ചപ്പോ അവരൊക്കെ ആദരണീയമായ
മനുഷ്യ സേവനം നിർവഹിച്ചവരാണ് എന്നുറപ്പിക്കുകയും എവിടെ താളഭംഗം വരുന്നുവോ ആ ഭംഗം മാറ്റിയിട്ട് സുസ്വരത പ്രയോഗത്തിൽ വരുത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് സമ്മതിക്കുന്നതോടൊപ്പം അവരൊക്കെ പ്രാദേശിക അല്ലെങ്കിൽ ദേശീയ സ്വഭാവത്തിലുള്ള പ്രവാചകന്മാരാണ് എന്ന് വേർതിരിക്കുകയും വിശ്വപ്രവാചകനായിട്ട് ഞാൻ മുഹമ്മദ് നബിയെ മാത്രം കാണുകയും ചെയ്യുന്നു. അദ്ദേഹത്തെ അതുകൊണ്ട് ഞാൻ വേൾഡ് പ്രോഫറ്റ് എന്ന് പറയുന്നു. മറ്റതൊക്കെ നാഷണൽ പ്രോഫറ്റ്സ് ആണെന്നും ഞാൻ വിളിക്കുന്നു. ഈ വ്യത്യാസം എന്തുകൊണ്ട് എന്നത് വിശദീകരിക്കുവാൻ ഈ വേദി എന്നെ ശക്തനാക്കുന്നില്ല, സമർത്ഥനാക്കുന്നില്ല എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ. ഒരുപക്ഷേ ഖുറാനിൽ ഈ ശബ്ദസ്വരത്തിന്റെ സവിശേഷത എനിക്ക് ബോധ്യപ്പെടുന്നത് ഇങ്ങനെയാണ്. ഒരുപാട് പ്രവാചകന്മാരുടെ പേരുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഖുറാൻ. അവിടെയൊക്കെ ഹേ നൂഹ് എന്ന്, ഹേ അബ്രഹാം എന്ന് പ്രവാചകന്മാരുടെ പേര് അങ്ങനെയാണ് അഭിസംബോധന ചെയ്തിട്ടുള്ളത്. ഞാൻ താല്പര്യത്തോടെ ശ്രദ്ധിച്ചു, എന്തുകൊണ്ട് അവരെ ഹേ നബി എന്ന് വിളിക്കുന്നില്ല, ഹേ റസൂൽ എന്ന് വിളിച്ചില്ല? ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് കണ്ടുപിടിക്കാൻ. 114 അധ്യായങ്ങളിൽ 6666 പരം വരുന്ന ആയത്തുകളിൽ കിടന്നുരുണ്ട് പരിശോധിച്ചിട്ടും ഒരിടത്ത് പോലും മറ്റൊരു പ്രവാചകനെ ഹേ റസൂൽ എന്ന് വിളിച്ചതായി എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. ഹേ നബി എന്ന് വേദഗ്രന്ഥത്തിൽ വിളിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നില്ല. പക്ഷെ പ്രവാചകൻ മുഹമ്മദിനെ വിളിക്കുമ്പോൾ ഹേ റസൂൽ എന്ന് വിളിക്കുന്നു, ഹേ നബി എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടങ്ങനെ വിളിക്കുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. എന്റെ കാഴ്ചപ്പാട് വികലമാണെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുമെങ്കിൽ, അത് സോദാഹരണം എന്നെ ബോധ്യപ്പെടുത്തുമെങ്കിൽ അതനുസരിക്കാൻ എനിക്ക് താല്പര്യമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് റസൂൽ എന്ന് പറഞ്ഞാൽ വേദഗ്രന്ഥം നൽകപ്പെട്ടവനാണ് റസൂൽ. എല്ലാ പ്രവാചകന്മാരും റസൂലുകളല്ല. എല്ലാ പ്രവാചകന്മാരുടെ കയ്യിലും വേദഗ്രന്ഥം കൊടുത്തിട്ടില്ല ദൈവമെന്നാണ്. വേദഗ്രന്ഥത്തിന്റെ കർത്താവ് ദൈവമാണ്. ഗ്രന്ഥത്തിന്റെ പബ്ലിഷർ എന്നല്ല അർത്ഥത്തിൽ ഞാൻ പറഞ്ഞത്. ഈ വചനങ്ങളൊക്കെ ദൈവികമാണ് എന്ന തലത്തിലാണ്. അതുകൊണ്ട് എല്ലാ പ്രവാചകന്മാരുടെയും കയ്യിൽ ഇഞ്ചീലില്ല, തൗറാത്തില്ല, അതുപോലെ ജപ്പാസിയില്ല, സെന്റവസ്ഥയില്ല, ഇതൊന്നും ഖുറാനില്ല, ഇതൊന്നുമില്ല. ഇല്ലാത്ത പല പ്രവാചകന്മാരുമുണ്ട്. ഏത് പ്രവാചകന്റെ കയ്യിൽ നിങ്ങൾ വേദഗ്രന്ഥം കാണുന്നു ആ പ്രവാചകൻ നിങ്ങൾക്ക് റസൂൽ എന്ന് വിളിക്കാം. പ്രവാചകൻ മുഹമ്മദിനെ ഹേ റസൂൽ എന്നേ വിളിച്ചിട്ടുള്ളൂ. റസൂലിന് വേണ്ട ലാക്ഷണികത, ലക്ഷണവിശേഷങ്ങൾ പ്രവാചകൻ മുഹമ്മദിൽ മാത്രമാണ് ബോധ്യപ്പെട്ടത് എന്നതുകൊണ്ടാണോ അങ്ങനെ വിളിച്ചത് എന്ന് ഞാൻ നിഗമനത്തിലെത്തിയിട്ടില്ല. ഞാൻ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് തീർച്ച, പ്രവാചകൻ മുഹമ്മദ് വ്യതിരിക്തനാണ്. അദ്ദേഹം ഒരിക്കലും ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഒരു ജനത്തെ സംബോധന ചെയ്തില്ല. ഏതെങ്കിലും ഒരു വിശ്വാസ വിഭാഗത്തെ സംബോധന ചെയ്തില്ല. വ്യതിരിക്തത, വിഭിന്നത, വ്യത്യസ്തതയോലുന്ന ഏതെങ്കിലും ഒരു സമൂഹത്തെ പേർ ചൊല്ലി വിളിച്ചില്ല. അദ്ദേഹം എന്നും വിളിച്ചത് മനുഷ്യ സാമാന്യമേ എന്ന് മാത്രമേയുള്ളൂ. അതിന് ഹിമാലയം അതിർത്തി രേഖയല്ല. മക്കയും മദീനയും ഒന്നും അതിർത്തി നിർണയിക്കപ്പെട്ട ഒരിടമല്ല അതിന്. ഹേ മനുഷ്യ സാമാന്യമേ, ആഫ്രിക്കയിലെ കറുത്ത വർഗക്കാരൻ അതിൽപ്പെടും, അമേരിക്കയിലെ വെളുത്തവൻ അതിൽപ്പെടും, നമ്മുടെ നാട്ടിലെ പട്ടികജാതിക്കാരൻ അതിൽപ്പെടും, ലോകത്തിൽ ഏത് ധ്രുവത്തിൽ ജീവിക്കുന്ന ആളുകളും അതിൽപ്പെടും. മനുഷ്യ സാമാന്യമേ എന്നേ വിളിച്ചുള്ളൂ. മാനുഷകത്തിന്റെ പ്രവാചകരത്നമായതിനാൽ, വിശദീകരിക്കാതെ ഞാൻ വന്നെത്തുകയാണ് വേഗ നിഗമനത്തിലേക്ക്. മാനുഷകത്തിന്റെ പ്രവാചകരത്നമായി അതിനാൽ ഞാൻ പ്രവാചകൻ മുഹമ്മദിനെ കീർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രവാചകൻ കൊണ്ടുവരുന്നത് ദൈവിക സന്ദേശം.
ദൈവിക സന്ദേശം എന്ത് എന്ന് ചോദിച്ചാൽ ഏകസ്വരതയുടേതാണ്. വൈവിധ്യമോരുന്ന പ്രപഞ്ചതലത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വീക്ഷണത്തിൽ, വിശ്വാസത്തിൽ, ആചാരാനുഷ്ഠാനത്തിൽ, ജീവിതക്രമങ്ങളിൽ എല്ലാം വിവിധത്വം സൂക്ഷിക്കുന്ന മനുഷ്യനെ ഒന്നിപ്പിച്ച് ഏകയോഗക്ഷേമത്തിന്റെ പ്രതലത്തിലേക്ക് നയിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് അത് എന്ന് ഞാൻ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ സാമാന്യത്തെ, അവൻ എവിടെ നിൽക്കുന്നവനായാലും മനുഷ്യ സാമാന്യത്തെ വിളിച്ചുകൊണ്ട് സംബോധന ചെയ്തുകൊണ്ട് അവന്റെ വികാസവൃദ്ധികൾക്കായി പ്രവർത്തിക്കുന്നു എന്നതാണ്. അതിനവലംബം സ്നേഹമാണ്, കരുണയാണ് പ്രവാചകന്റേത്. വിദ്വേഷം അല്ല, അസഹിഷ്ണുതയല്ല. ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ഓർക്കേണ്ടുന്നൊരു വസ്തുത, ഇസ്ലാം സംസ്കൃതിയുടെ അനുഗാതാവെന്ന് വിളിച്ചറിയപ്പെടുന്ന പ്രവാചകന്റെ സമീപനം സ്നേഹാത്മകവും കാരുണ്യാത്മകവുമാണ്. ഇവിടെ മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് എന്ന് സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ലക്ഷണം, മനുഷ്യന്റെ ലക്ഷണം, ദൈവത്തിന്റെ ലക്ഷണമെന്തോ അതിന്റെ പ്രതിഫലനമായിരിക്കണം. ദൈവം കരുണാമയനാണ് എന്ന് ഖുറാനിൽ ഒരിടത്തൊന്നുമല്ല, പലയിടത്തും സൂചിപ്പിച്ചിട്ടുണ്ട്. കാരുണ്യത്തിന്റെ തിരുദൂതർ പ്രവാചകൻ എന്ന് വരുന്നുണ്ട്. കാരുണ്യമാണപ്പോൾ സ്ഥായിയായ ഭാവം, സ്നേഹമാണപ്പോൾ സ്ഥായിയായ ഭാവം. ആ സ്നേഹം, കാരുണ്യം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല മനുഷ്യ സമൂഹത്തിനെങ്കിൽ മനുഷ്യൻ ദൈവത്തിന്റെ പ്രതിപുരുഷനായി ജീവിക്കാൻ അർഹനാവുന്നില്ല എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യന് വേണ്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം കാരുണ്യമാണ്, സ്നേഹമാണ്. അത് രൂപാന്തരമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, എല്ലാം ഒന്നാണ്. സ്നേഹമാണ്, കാരുണ്യമാണ്. ഇവിടെ ഞാൻ വിളിച്ചറിയാൻ ആഗ്രഹിക്കുന്നത്, ഒരു ചെറുപ്പക്കാരൻ അമേരിക്കയിൽ ചെന്ന് പ്രസംഗിച്ചു പണ്ട്, ചിക്കാഗോവിൽ 893. ആ ചെറുപ്പക്കാരന്റെ പേര് വിവേകാനന്ദൻ. ഇവിടെ അദ്ദേഹത്തിന്റെ പേര് പ്രസക്തമാവുന്ന എന്തുകൊണ്ടാണെന്നറിയോ? അതാദ്യം സൂചിപ്പിച്ചിട്ട് അങ്ങോട്ട് നീങ്ങാം. ദൈവം രണ്ടല്ല, ഏകമേവ അദ്വിതീയം ബ്രഹ്മം എന്ന് പറയുന്ന നാടാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ നിന്നാണ് ഈ ചെറുപ്പക്കാരൻ അവിടേക്ക് ചെല്ലുന്നത്. ഈ ചെറുപ്പക്കാരൻ മുഹമ്മദ് നബിയെ വിലയിരുത്തി പഠിച്ചു. എന്നിട്ട് മുഹമ്മദ് നബിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സത്യത്തിൽ വിസ്മയം തോന്നും. ഇങ്ങനെ പറയോ എന്ന് വിസ്മയം തോന്നും. അദ്വൈതം എന്ന ദർശനത്തിന് പ്രയോഗരൂപം നൽകിയ ലോകത്തിലെ ആദ്യത്തെ ആൾ, ദാർശനികൻ, പ്രവാചകൻ മുഹമ്മദാണെന്ന് പറഞ്ഞത് വിവേകാനന്ദനാണ്. ലോർഡ് ഓഫ് മെർസി എന്നാണ് അള്ളാഹുവിന് പ്രവാചകൻ കൊടുത്ത വിശേഷണം. കാരുണ്യത്തിന്റെ നായകൻ. അവിടെ സ്നേഹരാഹിത്യത്തിന്റെയും ഭീകരതയുടെയും ക്രൗര്യത്തിന്റെയും ദർശനത്തിന് ജനനം കൊള്ളാൻ കഴിയില്ല. കാരുണ്യത്തിന്റെ പ്രചാരകൻ. അത് മനുഷ്യന്റെ ദുഃഖം മാത്രമല്ല, സകല ജീവരാശികളുടെയും ദുഃഖത്തിൽ അനുതപിക്കുവാനുള്ള ദൈവിക ഹൃദയം സൂക്ഷിച്ചൊരു മനസ്സായിരുന്നു പ്രവാചകനെന്ന് നിങ്ങൾ ഓർമ്മിക്കുക. ഞാൻ ആ കഥകളൊന്നും പറയുകയല്ല. എന്റെ മനസ്സിൽ നിറഞ്ഞു കിടക്കുന്നു പ്രവാചകന്റെ കഥകൾ. അത് പ്രാണിയായാലും പുഴുവായാലും പക്ഷിയായാലും മൃഗമായാലും മനുഷ്യനായാലും എല്ലാ ജീവരാശികളോടും ഹൃദയംഗമമായ ആഭിമുഖ്യം, കാരുണ്യം, സ്നേഹവായ്പ് പ്രകടിപ്പിച്ച മനുഷ്യൻ. ഒരിടത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു പ്രഖ്യാതമായ ഹദീസ് ഞാൻ ഓർമ്മിക്കുന്നു. ഒരിടത്ത് സൂചിപ്പിക്കുന്നുണ്ട്, ഒരു പക്ഷിക്കൂട് പോലെ. അപ്പോഴാണ് ഇന്ത്യയുടെയും പ്രവാചകന്റെ ദർശനങ്ങളുടെയും സജാതീയത എനിക്ക് ബോധ്യപ്പെടുന്നത്. ഒരു പക്ഷിക്കൂട് പോലെ ഈ ലോകം, നമ്മൾ ഗ്ലോബൽ വില്ലേജിനെ കുറിച്ച് പഠിച്ചില്ലേ? ഈ കാലത്ത് ആഗോള ഗ്രാമത്തെക്കുറിച്ച് പഠിച്ചില്ലേ? ഈ ലോകത്തെ ഒരു ഗ്രാമമായി, കൊച്ചു ഗ്രാമമായി ഒതുക്കി കാണിക്കുക. അതിൽ ജീവിക്കുന്നവർ എങ്ങനെ ജീവിക്കും എന്ന്
അതിൽ ജീവിക്കുന്നവരെ പോലെ ജീവിക്കണമെന്ന്. ഇത് തന്നെ ഭാരതീയതയിലുമുണ്ട്. പ്രവാചകൻ മുഹമ്മദ് ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തെ ഒരു പക്ഷിക്കൂട് പോലെ കണ്ട്, ഞാൻ ഇന്നത്തെ പ്രകാശനിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു 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 പറവയുടെ ചിത്രം ഞാൻ കണ്ടതായി ഓർമ്മിക്കുന്നു. കണ്ടുപോയതാണ് ഞാൻ. സമാധാനത്തിന്റെ പ്രതീകമായി ആരും സ്വീകരിക്കുന്ന പറവയാണ്. പറവകളുടെ ഒരു കൂട്, തമ്മിൽ കൊക്കുകൾ തമ്മിലുരുമ്മി, ചിറകുകൾ തമ്മിൽ സ്പർശിച്ചുരുമ്മി, സ്നേഹം പങ്കുവയ്ക്കുന്ന സ്നേഹമയമായ ഒരു പക്ഷിക്കൂട് പോലെ എന്ന് പ്രവാചകൻ ഒരു ഹദീസിൽ പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. ഇന്ത്യയും ആ സംസ്കൃതിയുടെ അനുഗാതാക്കളാണ്. ഔപനിഷദികമായ ഒരു ചൊല്ലുണ്ട്, എത്ര വിശ്വം ഇല്ലേ ഉണ്ട്, എത്ര വിശ്വം ഭവത്യേക നീടം എന്നൊരു ചൊല്ലുണ്ട്. നീടം എന്ന് പറയുന്നത് പക്ഷിക്കൂട് എന്നർത്ഥം. എത്ര വിശ്വം, ഈ വിശ്വം ഭവത്യേക നീടം, ഒരു പക്ഷിക്കൂട് പോലെ, ഇതിനകത്ത് പക്ഷികളെ പോലെ പ്രശാന്തതയോടെ കഴിയുന്ന ഒരവസ്ഥ വരുത്തണം എന്ന്. അതായിരുന്നു അതിന്റെ ഉദ്ദേശ്യവും. അപ്പോൾ പ്രവാചകൻ മുഹമ്മദ്, ആ മുഹമ്മദ് വിശ്വപ്രവാചകൻ എന്ന രീതിയിൽ മാനുഷ്യകത്തിന്റെ ഏകതയ്ക്കും ക്ഷേമത്തിനും വേണ്ടി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത, എന്തുകൊണ്ട് ഈ രണ്ട് വാക്കുകൾ ഞാൻ പറഞ്ഞു എന്നല്ലേ? ലോകത്ത് ഒരുപാട് പ്രവാചകന്മാരുണ്ട്. ദർശനങ്ങൾ വാഗ്രൂപേണ പ്രചരിപ്പിച്ചവർ, പണ്ഡിത ഗോഷ്ഠികളിലൂടെ പ്രസരിപ്പിച്ചവർ, ശിഷ്യസമൂഹത്തിലൂടെ നാട്ടുകാരുടെ മുമ്പിലെത്തിച്ചവർ. പക്ഷെ പ്രവാചകൻ മുഹമ്മദ് വ്യത്യസ്തനായി നിൽക്കുന്നു. ആദർശത്തെയും ആചരണത്തെയും അന്യോന്യം തൊട്ടു നിൽക്കാത്ത, ബന്ധപ്പെട്ട കഴിയാത്ത രണ്ട് കരകളാക്കി അകറ്റി നിർത്താതെ ആദർശങ്ങളെയും ആചരണങ്ങളെയും സംബന്ധിപ്പിച്ചുകൊണ്ട് ആദർശങ്ങളും ആചരണങ്ങളും തമ്മിലുള്ള വിടവൊടുക്കിയ, ആദർശം തന്നെ ആചരണം, താൻ ആചരിച്ചതെന്തോ അത് തന്നെ തന്റെ ആദർശം എന്ന് കീർത്തിച്ച മനുഷ്യൻ. ഈ ഒരു വ്യതിരിക്തത പ്രവാചകൻ മുഹമ്മദിനാണ് ഞാൻ അന്ന് കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ എടുത്തു പറയുന്നത്, ഈ വേദഗ്രന്ഥം എന്ന് പറഞ്ഞാൽ കാൾ മാർക്സ് എഴുതിയ ദാസ് ക്യാപിറ്റൽ പോലെയോ, ഹെഗലിന്റെ ഭൗതികശാസ്ത്രപ്രവണമായ ഗ്രന്ഥങ്ങളെ പോലെയോ, ലോകദാർശനികന്മാരുടെ ചിന്തിക്കാൻ കൂടി നമുക്ക് പ്രയാസം തോന്നിക്കുന്ന അത്ഭുതങ്ങളായ കണ്ടെത്തലുകളുടെ പരാമർശങ്ങളെ പറ്റിയോ അന്നുമല്ല. പ്രവാചകന്റെ ഖുർആൻ എന്ന് പറയുന്നത് ആദർശങ്ങളുടെ പ്രബോധനങ്ങളല്ല, ദർശനങ്ങളുടെ പ്രചാരണ മാധ്യമമല്ല, മറിച്ച് 23 വർഷ, ഒറ്റ വാക്യത്തിൽ ഞാൻ അത് പരിചയപ്പെടുത്തട്ടെ, 23 വർഷക്കാലത്തെ ആ അറബ് നാട്ടിലെ പ്രയോഗങ്ങളുടെ കഥ പറയുന്ന ഒരു ചരിത്ര സ്മരണികയാണ് ഖുർആൻ എന്നാണ് എന്റെ പക്ഷം. നടത്താൻ കഴിയാത്തതൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. 23 കൊല്ലക്കാലം കൊണ്ട് പ്രയോഗത്തിൽ വരുത്തിയ മഹാസംഭവങ്ങളുടെ അനുസ്മരണമാണ് ഖുർആനിലുള്ളത്. അതുകൊണ്ട് പ്രയോഗമാണത്. ആദർശത്തെയും ആചരണത്തെയും ഒപ്പം കാട്ടിത്തന്ന ചില പ്രവാചകന്മാർ ആദർശം പ്രചരിപ്പിക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് ആദർശാചരണങ്ങളെ സമന്വയിപ്പിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. അതുപോലുള്ള പ്രവാചകന്മാർ കുറച്ചേയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. മൈക്കൽ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന ഒരു വലിയ എഴുത്തുകാരൻ തന്റെ പ്രഖ്യാതമായ ഒരു ഗ്രന്ഥത്തിൽ, ആ ഗ്രന്ഥത്തിന്റെ പേര് ദ 100, എ റാങ്കിംഗ്, ന്റെ പേര് ദ 100, എ റാങ്കിംഗ് ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റീസ് ഇൻ ദ വേൾഡ് എന്നൊരു ഗ്രന്ഥമുണ്ട്. ഒരു വളരെ ശ്രദ്ധേയമായ ഗ്രന്ഥമാണ്. ദ 100 എന്നാണ് അതിന് പേര്. 100 പേരുടെ ജീവിത കഥയാണ് അതിലുള്ളത്. എ റാങ്കിംഗ് ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റീസ് ഇൻ ദ വേൾഡ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. അതിൽ പ്രവാചകനെ കുറിച്ചൊരു 16 പേജുകൾ പറയുന്നുണ്ട്. അതിൽ പറഞ്ഞത്,
ദരിദ്രമായ സാഹചര്യത്തിൽ വ്യത്യസ്തത, മറ്റ് പ്രവാചകന്മാരിൽ നിന്നും മഹാമനസ്സുകളിൽ നിന്നും വ്യത്യസ്തത, ദരിദ്രമായ സാഹചര്യത്തിൽ നിന്ന് വളർന്നു വന്ന് ആശയാദർശങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ലോകമനസ്സുകളിൽ സ്ഥായീഭാവം നേടിയ ഒരു മഹാമനുഷ്യൻ എന്നാണ് പറയുന്നത്. ഈ രണ്ട് കാര്യം ശ്രദ്ധിക്കുക. ദരിദ്രമായ സാഹചര്യത്തിൽ നിന്ന് വളർന്നു വരിക, ഒന്നുമില്ലായ്മയിൽ നിന്ന്. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും ദാരിദ്ര്യത്തിന്റെയും ഇല്ലായ്മയുടെയും ദുരിതക്കയങ്ങളിൽ ആണ്ടുമുങ്ങിയതായിരുന്നു. ഇത്രയധികം ക്ലേശഭരിതമായ ഒരു ജീവിതം അനുഭവിക്കേണ്ടി വന്ന മറ്റൊരു പ്രവാചകനുണ്ടോ എന്ന് സംശയമാണ്. പിതാവിനെ കാണാൻ യോഗമില്ലാത്ത പിറവി, ഇതൊക്കെ വിശദമായി പറയേണ്ടതാണ്. പക്ഷെ ഞാനൊന്നും ചെയ്യുന്നില്ല. കാരണം നിങ്ങളോട് എനിക്ക് ആദരവാണ്. നിങ്ങൾ അധ്യാപകരാണ്. ചിന്തിക്കാൻ കണ്ട ഏറ്റവും വലിയ യതീം പ്രവാചകൻ മുഹമ്മദ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. പിറന്നിട്ട് മുലപ്പാലിന്റെ ഗന്ധം മാറുന്നതിന് മുമ്പ് അമ്മ മരിക്കുക. 6 വയസ്സോ മറ്റോ വരിക, അമ്മ മരിക്കുക. ദുഃഖസാന്ദ്രമല്ലേ അത്? എന്നിട്ട് പോറ്റാൻ ഉത്തരവാദിത്വമേറ്റ പിതാമഹൻ 2 കൊല്ലം കൂടി കഴിയുമ്പോഴേക്ക് അദ്ദേഹത്തിന് 8ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു. എന്റെ ധാരണ തെറ്റാണെങ്കിൽ രണ്ടു പൊറുക്കണം നിങ്ങൾ. 8ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു പിതാമഹൻ മരിക്കുക. അക്ഷരം പഠിക്കാൻ അവസരമില്ലാതിരിക്കുക. അദ്ദേഹം ഒരു നിരക്ഷരനാണ്. എന്നിട്ട് കുറച്ച് 2-3 കൊല്ലം കഴിയുമ്പോഴേക്ക് പിന്നെ രക്ഷിക്കാൻ വന്നിരുന്ന അബൂ താലിബും മരിക്കുക. ചുരുക്കി പറഞ്ഞാൽ ക്ലേശഭൂയിഷ്ഠമായിരുന്നു ജീവിതം. പക്ഷെ എനിക്കൊരാശ്വാസമുണ്ട്. ആശ്വാസം ഞാൻ വിലയിരുത്താൻ ശ്രമിച്ചപ്പോ ലോകത്തിൽ ഏത് സുഖവും തീവ്ര ദുഃഖത്തിൽ കാലൂന്നി നിൽക്കുന്നതായാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. തീവ്രമായ ദുഃഖത്തിൽ കാലൂന്നി നിൽക്കാതെ ഒരു സുഖവും ലോകത്തുണ്ടായിട്ടില്ല ഇതുവരെ. ഏത് സുഖവും നിങ്ങൾ കാണുമ്പോൾ ഗംഭീരം, നന്നായിരിക്കുന്നെന്ന് പറയുന്നതോടൊപ്പം നിങ്ങളൊന്ന് താഴ്ന്നിറങ്ങി നോക്കിയാൽ മനസ്സിലാകും തീവ്രമായ ദുഃഖത്തിലാണത് കാലൂന്നി നിൽക്കുന്നത് എന്ന്. ഒരു താമര കണ്ടില്ലേ? താമര ഇങ്ങനെ വിടർന്നു നിൽക്കുമ്പോൾ വിശ്വസുന്ദരമല്ലേ? ഏത് കണ്ണിനെയാണത് വശീകരിക്കാത്തത്? വിശ്വസുന്ദരം. നിങ്ങൾ ആരെങ്കിലും ഓർക്കാറുണ്ടോ എന്നെനിക്കറിയില്ല. ആ താമരത്തണ്ടിലൂടെ നിങ്ങളുടെ കാഴ്ച ഒന്ന് മണ്ണിലേക്ക് അമരട്ടെ. ചളിയിൽ ചേറിൽ കാലൂന്നി ദുരിതത്തിൽ ദുഃഖത്തിൽ തപം ചെയ്ത് അവിടെ നിന്ന് ഊർജം നേടിയാണ് ഇത് പുറത്തു കാണുമ്പോൾ മനോഹരമായി താമരയായി പരിണമിക്കുന്നത്. ഏത് ഉദാത്തമായ സുഖവും സാന്ദ്രമായ തീവ്രമായ ദുഃഖത്തിൽ കാലൂന്നി നിൽക്കുന്നു എന്നാണ് എന്റെ വിശ്വാസം. കുടയില്ലാഞ്ഞതുകൊണ്ട് ഞാൻ കയറി നിന്ന റോഡിന്റെ പള്ളയിലുള്ള ആൽമരത്തിന്റെ ചൂട കയറി നിന്നപ്പോ ലക്ഷക്കണക്കിന് മണിമുത്ത് പോലുള്ള കായ അതിന്റെ മേലെ ഞാൻ വിസ്മയിച്ചു. പിന്നെ അത് പടർന്ന് ശാഖ പടർത്തി ആയിരങ്ങൾക്ക് തണല്, പശുക്കൾക്കും മനുഷ്യർക്കും ഒരുപോലെ തണൽ നൽകി നിൽക്കുമ്പോ എന്തൊരു ഉദാരത. അപ്പോഴാണ് ഞാൻ ചോട നോക്കുമ്പോഴാണ് അറിയുന്നത് കരിമ്പാറക്കെട്ടിനുള്ളിൽ വേരോട്ടി നിന്ന് തപസ്സനുഷ്ഠിച്ച് തീവ്ര ദുഃഖത്തിന്റെ ആഴക്കടലിൽ ആണ്ടുമുങ്ങി ആണ് ഇത് ഈ 10,000-കണക്കിന് മണിമുത്തുകളും ഈ പടർന്ന ശാഖയിലൂടെ തണലും നൽകി നമ്മെ അനുഗ്രഹിക്കുന്നത് എന്ന്. ഒരമ്മയോട് ചോദിക്കുക, അമ്മേ, ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷിച്ചത് എപ്പോഴാണെന്ന്. അല്ലെങ്കിൽ ഒരു ചോദ്യം ആദ്യം ചോദിക്കേണ്ട ചോദ്യം അതല്ല. ഏറ്റവും വലിയ ദുഃഖം അനുഭവിച്ചത് എപ്പോഴാണെന്ന്. അമ്മ പ്രസവിച്ചവരായിരിക്കുമല്ലോ, അല്ലെ അമ്മ എന്ന് വിളിക്കപ്പെടുമോ? പ്രസവിച്ചവർക്കറിയാവുന്ന ഒരു ദുഃഖമുണ്ട്. ആ ദുഃഖം ഞാൻ വിവരിക്കണ്ടല്ലോ. നഹി വന്ധ്യാ വിജാനാദി. വന്ധ്യ പ്രസവിക്കാത്ത പെണ്ണ്. നഹി വന്ധ്യാ വിജാനാദി. പെറാത്ത പെണ്ണിനറിയില്ല ഗുരുവിം പ്രസവവേദന. പ്രസവവേദനയുടെ പാരുഷ്യത്തെപ്പറ്റി പ്രസവിക്കാത്ത പെണ്ണിന് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് വാണിദാസൻ മാഷ് എന്ത് പ്രസംഗിച്ചാലും അതിന്റെ തീക്ഷ്ണമായ ഭാവം അവതരിപ്പിക്കാൻ ഒക്കില്ല. ആ അമ്മയോട് ചോദിക്കുക, ഏറ്റവും വലിയ ദുഃഖം ഏതായിരുന്നു? അമ്മ പറയും, മോനെ,
നിന്നെ നൊന്ത് പെറ്റപ്പോ ആ നേരത്ത് ഞാൻ അനുഭവിച്ച ദുഃഖം. ഒരു ചോദ്യം കൂടി ചോദിക്കുക. അമ്മ ഈ ലോകത്ത് അനുഭവിച്ച അവാച്യമായ സുഖ നിമിഷമേതായിരുന്നു? അപ്പൊ അമ്മയ്ക്ക് ആലോചിക്കാണ്ട് പറയേണ്ടുന്നൊരു ഉത്തരവുണ്ട്. നൊന്ത് പെറ്റ നിന്റെ മുഖം കാണുമ്പോൾ, ആദ്യമായി കാണുമ്പോൾ, ആ ഒരു നിമിഷവിശേഷത്തിൽ ഞാൻ അനുഭവിച്ച സുഖത്തിന്റെ തീവ്രതയില്ലേ, ദൈവമേ, എനിക്ക് പറയാനൊക്കില്ല. ഞാൻ ഇവിടെയും ഒരു നിഗമനത്തിലെത്തുന്നു. എല്ലാ ഉദാത്ത സുഖങ്ങളും സാന്ദ്ര ദുഃഖത്തിൽ കാലൂന്നി നിൽക്കുന്നു എന്ന്. പ്രവാചകൻ അനുഭവിച്ച തീവ്ര ദുഃഖം. ഞാൻ ഏറ്റവും ഒടുക്കൽ ഹ്യൂഗേ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരൻ എഴുതിയ ഒരു ജീവചരിത്രമുണ്ട് പ്രവാചകനെ സംബന്ധിച്ച്. വലിയ പുസ്തകമാണ്. അതിൽ പറഞ്ഞത്ര സമഗ്രമായി അവിടുത്തെ സാമൂഹ്യ ജീവിതത്തെ ചിത്രീകരിച്ചൊരു പുസ്തകം ഞാൻ കണ്ടിട്ടില്ല. അത് വായിക്കുമ്പോൾ ആ ഭ്രഷ്ടകാലത്തിൽ അനുഭവിച്ച ദുരിതമുണ്ട്. ഇദ്ദേഹത്തെ അവിട്ടി അടിച്ച് പുറത്താക്കിയപ്പോൾ ഒരു മലമൂട്ടിൽ ചെന്ന് ദുരിതമനുഭവിക്കുന്ന ഒരു കാലത്ത് അനുഭവിച്ച ദുഃഖം, ഇത്ര തീവ്രമായ ദുഃഖം. ഒന്ന്, ആ സാന്ദ്ര ദുഃഖത്തിൽ ഊന്നിയാണ് മനുഷ്യസേവനത്തിന്റെ മഹാഗീരുക്കൾ അദ്ദേഹം പ്രകാശനം ചെയ്തത് എന്ന് ഓർമ്മിക്കുക. അതാണ് പ്രവാചകന്റെ പ്രത്യേകത. മൈക്കൽ എച്ച് ഹാർട്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത്, കടുത്ത ഇല്ലായ്മയിൽ നിന്ന് ദുരിതമനുഭവിച്ച് ക്ലേശപൂർണമായ ജീവിതത്തിലൂടെ കടന്നുവന്ന് ഇത്ര മഹത്വത്തിന്റെ ഔന്നത്യത്തിലേക്ക് ഉയർന്ന, കർമ്മത്തെയും ആശയങ്ങളെയും സമന്വയിപ്പിച്ച ഒരു മനുഷ്യനെ അപൂർവമായേ നമുക്ക് പരിചയപ്പെടാൻ കഴിയൂ എന്നാണ്. 16 പേജ് മൈക്കൽ എച്ച് ഹാർട്ട് പ്രവാചകനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഒരുപക്ഷെ ഇതായിരിക്കണം മതവേദികളിൽ നിന്ന് വ്യത്യസ്തമായി, പ്രാദേശികതകൾക്കും അപ്പുറത്തായി ലോകമാനവികതയുടെ മനസ്സിനെ സമാകർഷിക്കുവാൻ പ്രവാചകൻ മുഹമ്മദിന് ശക്തിസിദ്ധികൾ സമ്മാനിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ഹൈന്ദവ ദാർശനികൻ, അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, എങ്കിലും തൽക്കാലം അങ്ങനെ പറയട്ടെ, ഹൈന്ദവ ദാർശനികൻ ഇങ്ങനെ പറഞ്ഞത്. അദ്ദേഹം പ്രവാചകനെ കണ്ടു, പ്രവാചകനെ പരിചയപ്പെട്ടു. കണ്ടു എന്ന് പറഞ്ഞാൽ സ്ഥൂലചക്ഷുസുകളെ കൊണ്ടല്ല കേട്ടോ. പ്രവാചകനെ പരിചയപ്പെട്ടു, ആഴത്തിൽ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു 10 ശ്ലോകങ്ങൾ എഴുതി. നാരായണ ഗുരുദേവൻ അതിൽ അദ്ദേഹം പ്രവാചകനെ വിശേഷിപ്പിക്കുന്ന എന്താണെന്നറിയോ? ദൈവം മനുഷ്യവേഷത്തിൽ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതാണോ എന്നാണ്. നമ്മൾ പ്രവാചകനെ മറ്റൊരാളായി കാണാതിരിക്കുക എന്ന് പരോക്ഷമായി വിളിച്ചറിയിക്കുവാനാണ് ഞാൻ ഈ ശ്ലോകം അനുസ്മരിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ദൈവം മനുഷ്യവേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണോ? ധർമ്മം സാധാരണക്കാരന്റെ മട്ടിൽ തിരുവുദയം ചെയ്തതാണോ എന്റെ മുന്നിൽ? ദൈവമേ, ഞാൻ എങ്ങനെയാണ് കീർത്തിക്കേണ്ടത്? നിന്റെ വ്യക്തിത്വ വിലാസത്തെക്കുറിച്ച് വർണ്ണിക്കാൻ എന്റെ കയ്യിൽ വാക്കുകളില്ലല്ലോ എന്ന് നാരായണ ഗുരുദേവൻ പറയുന്നു. അദ്ദേഹം പറഞ്ഞത്, മനുജാകൃതി പുണ്ട ദൈവമോ, നരദിവ്യാകൃതി പുണ്ട ധർമ്മമോ, പരമേശ പവിത്രപുത്രനോ, വിശുദ്ധിയുടെ മകൻ, പരിപൂർണതയുടെ മകൻ, എംബോഡിമെന്റ് ഓഫ് പെർഫെക്ഷൻ എന്നൊക്കെ പറയുന്നില്ലേ? വിശുദ്ധിയുടെ മകൻ, പരിപൂർണതയുടെ മകൻ, പരമേശ പവിത്രപുത്രനോ, കരുണാവാൻ നബി, മുത്തുരത്നമോ. ഇത് പറയുന്നത് ഒരു സാധാരണ ഒരു മനസ്സല്ല. ഇന്ത്യയിലെ ദാർശനിക തലത്തിലെ അദ്വിതീയനെന്നും ഹൈന്ദവ ദാർശനിക രംഗത്ത് വിപ്ലവത്തിന്റെ മഹാജിഹ്വ എന്നും കീർത്തിക്കപ്പെടുന്ന നാരായണ ഗുരുദേവനാണ്. അപ്പൊ കണ്ണുള്ളവനത് കാണുന്നുണ്ട്. കാണുകയും അംഗീകരിക്കുകയും ഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, വിശ്വമാനവികതയുടെ പ്രവാചകനായിട്ട്
അദ്ദേഹം കീർത്തിതനാവുകയാണ് എന്നാണ്. വള്ളത്തോൾ എന്ന കവി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അഹർമുഖ പൊൻകതിർ പോലെ മിന്നിടും മുഹമ്മദ്. സൂര്യ തേജസ്സി എന്ന ആളെന്നർത്ഥം. അഹംമുഖ പൊൻകതിർ പോലെ മിന്നിടും മുഹമ്മദ്, ആ പേരിനിതാ നമശതം, എന്റെ ഒരു 100 നമസ്സലാം ഞാൻ വയ്ക്കുന്നുവെന്ന്. അദ്ദേഹത്തിന് മറ്റൊരു ഇടത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്ത് തലമുറകളായി തലമുറകളായി അട്ടിയിട്ട് അള്ളിയിട്ട് കിടക്കുന്ന അന്ധകാരത്തെ മുഴുവനും വിപാടനം ചെയ്യുവാൻ ദൈവം ഇങ്ങോട്ടയച്ച സൂര്യ തേജസ്സായി അങ്ങ് എന്ന് വള്ളത്തോൾ പറഞ്ഞിട്ടുണ്ട്. ചിരപ്രവൃദ്ധമാം, ഞാനിതെന്തിനു അനുസ്മരിക്കുന്നു എന്ന് ചോദിച്ച ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ്. അവരുടെ കാവ്യതല്ലജങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒന്ന് മുഹമ്മദിനെ പരിചയപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നന്നായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താനാണ്. ചിരപ്രവൃദ്ധമാം തമസ്സകറ്റുവാൻ ധരയിലേക്ക് ഈശൻ നിയോഗിച്ച ദിവ്യൻ എന്നാണ് മുഹമ്മദിനെ പറ്റി പറയുന്നത്. നൂറ്റാണ്ടുകളായി ഇവിടെ അട്ടിയിട്ട് കിടക്കുന്ന തമസ് അകറ്റുവാൻ വേണ്ടി ദൈവമയച്ച സൂര്യ തേജസ്സാണ് ഇത് എന്നറിയിക്കുവാനാണ്. അപ്പോൾ മൈക്കൽ എച്ച് ഹാർട്ടിനെ കുറിച്ചുകൂടി ഞാൻ പറഞ്ഞു. ഒരു ക്രൈസ്തവ വിശ്വാസിയാണ് അദ്ദേഹമാണ് മുഹമ്മദിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്. നാരായണ ഗുരുദേവൻ എന്ന ഹൈന്ദവ ദാർശനികനാണ് മുഹമ്മദിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്. കവിപ്രതിഭയായ വള്ളത്തോളാണ് മുഹമ്മദ് നബിയെക്കുറിച്ച് ഇങ്ങനെ കീർത്തിച്ചത്. ചുരുക്കി പറഞ്ഞ മനുഷ്യ മഹത്വത്തിന്റെ ധർമ്മഗീരുക്കൾ പാടിയ ഒരു വലിയ മനുഷ്യൻ. ആ മനുഷ്യന് കാലദേശാതീതമായ ഒരു കാഴ്ചപ്പാടോടുകൂടി അദ്ദേഹത്തെ നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തൊടണ്ടയോ എന്ന് ഭയന്നിട്ടാണ് ഞാനിങ്ങനെ വിഷമിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ തൊടുകയാണെങ്കിൽ എന്ത് തൊടണമെന്ന് എനിക്ക് പിടിപാടില്ല. ഇപ്പോൾ അത്ര കടല് പോലെ പരന്നു കിടക്കുന്ന ഒരു സാധനമാണ്. ആ മനുഷ്യൻ അവസാനമായി നമ്മളോട് സംസാരിച്ചത് വെറുപ്പ് സൂക്ഷിക്കാതിരിക്കുക, ക്രൂരത കാണിക്കാതിരിക്കുക, സൗമനസ്യം പ്രകാശിപ്പിക്കുക. യുദ്ധം വേണ്ടി വന്നാൽ, യുദ്ധമില്ലാത്തൊരു നാൾ നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. ഏത് മതതലത്തിലും യുദ്ധമുണ്ട്. യുദ്ധമില്ലാത്തൊരു മതതലത്തിലില്ല. അതുകൊണ്ട് യുദ്ധം ചെയ്യുന്ന നേതാവ് പ്രവാചകൻ യുദ്ധം ചെയ്യുകയും ചെയ്യുന്നത്. യുദ്ധം ചെയ്യുന്നത് ഒരു കുറ്റമായിട്ട് അവിടെ കാണേണ്ടതില്ല. യുദ്ധം അനിവാര്യമാകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഹിന്ദു പുരാണങ്ങളിൽ പോലും കൊല്ലാനായി പറഞ്ഞ അവതാരങ്ങളുണ്ട്. ആ അവതാരത്തിന്റെ ലക്ഷ്യം മറ്റൊരാളെ കൊല്ലുകയാണ്. രാവണനെ കൊല്ലാൻ തന്നെയാണ് രാമൻ പറഞ്ഞത്. മറ്റൊരു ജോലിയും അദ്ദേഹത്തിനില്ല. കംസനെ കൊല്ലാൻ തന്നെയാണ് കൃഷ്ണൻ ജനിക്കുന്നത്. ഇതൊന്നും നമ്മൾ കാണാതിരിക്കരുത്. യുദ്ധം വേണ്ടിവരും, കൊലപാതകം ആവശ്യമായി വരും. അനിവാര്യമായ ഘട്ടത്തിൽ മാത്രം. ദുർമതം പെരുത്തോര് രാവണൻ തന്നെ കൊന്ന് സമ്മോദം ലോകങ്ങൾക്ക് വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മ ശങ്കര പ്രവീണാദര പ്രവീണന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ച് പൂജിക്കയാൽ മാനവവേഷം പൂണ്ട രാമൻ കൊല്ലലല്ലാതെ മറ്റെന്താണ് ലക്ഷ്യം? രാവണനെ കൊന്നേ തീരൂ. കൊന്നതുകൊണ്ട് മാത്രം ഒരാൾ ഡീഫെയിം ചെയ്യപ്പെടുന്നില്ല. അത് ഓർമ്മിക്കുക. അങ്ങനെ വരുന്ന യുദ്ധത്തിൽ കിഴവന്മാരെ തൊട്ടുപോകരുത് എന്ന് പ്രവാചകൻ ചാടിക്കയറി വിലയ്ക്കും. യുദ്ധത്തിൽ സ്ത്രീകളെ തൊട്ടുപോകരുത് എന്ന് പ്രവാചകൻ വിലക്കും. അത് യുദ്ധത്തിന്റെ സദാചാരമാണ്. യുദ്ധത്തിൽ കുട്ടികളെ കൊന്നുപോകരുത് എന്ന് പ്രവാചകൻ വിലക്കും. യുദ്ധത്തിൽ വിളഭൂമി നശിപ്പിക്കരുത് എന്ന് പ്രവാചകൻ അട്ടഹസിക്കും. യുദ്ധ സന്ദർഭങ്ങളിൽ വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കരുത് എന്ന് പോലും പ്രവാചകൻ കൽപ്പിക്കും. അതാണ് പ്രവാചകന്റെ ധർമ്മശാസ്ത്രം. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ധർമ്മ തലത്തിൽ, മാനവികതയുടെ മണ്ഡലത്തിൽ
പ്രശാന്തിയുടെ മേഖലയിൽ മാതൃകാപരമായി ജീവിച്ച് ഉദാത്തമായ സന്ദേശം സമൂഹത്തിന് സമർപ്പിച്ച, നമ്മുടെ ജീവിതത്തിന് സകലാർത്ഥത്തിലും പ്രയോജകീഭവിക്കുന്ന ഒരു മഹാനായ പ്രവാചകൻ എന്ന രീതിയിലാണ് പ്രവാചകൻ മുഹമ്മദിനെ നാം കാണേണ്ടത് എന്നാണ് ഞാൻ അനുസ്മരിപ്പിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച്, ചിന്തയിലൂടെ ശരിതെറ്റുകൾ ബോധ്യപ്പെടുത്തി, ശരിയുടെ പന്ഥാവിലൂടെ മുന്നോട്ടവനെ നയിച്ച് പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകുവാൻ സഹായിക്കുന്ന വേദഗ്രന്ഥങ്ങൾ, മനുഷ്യന് വേണ്ടി നിർമ്മിച്ച വേദഗ്രന്ഥങ്ങൾ. പല വേദഗ്രന്ഥങ്ങളും ദൈവത്തിന്റെ കീർത്തനങ്ങളാണ് ഏറെ മുഴങ്ങിക്കേൾക്കുക. പക്ഷെ ഖുറാനിൽ 85% മുഴക്കം മനുഷ്യന്റെ സ്വരശബ്ദങ്ങൾക്കാണ്. ദൈവത്തിനെക്കുറിച്ചല്ല അതിലേറെ വർണ്ണിച്ചിരിക്കുന്നത്, മനുഷ്യന്റെ സ്വരചലനങ്ങളാണ്. ഖുറാൻ എന്ന വേദഗ്രന്ഥത്തെ ഒരു വിശ്വാസി തന്റെ ഹൃദയത്തിന്റെ സമീപത്ത് വെച്ച് മീട്ടുകയാണെങ്കിൽ മീട്ടപ്പെടുന്നത് മനുഷ്യന്റെ ഹൃത്സ്പന്ദമായിരിക്കും എന്ന കാര്യത്തിൽ എനിക്കൊരു സന്ദേശവുമില്ല. മനുഷ്യന്റെ ശബ്ദമാണ് ഖുറാനിൽ മുഴങ്ങുക. മനുഷ്യനെ മാറ്റിയെടുക്കുന്നതിനാണ് ആ വേദഗ്രന്ഥം ഉപയോഗപ്പെടുത്തപ്പെടുക. അതുകൊണ്ട് മനുഷ്യനെ മാറ്റിയെടുക്കുവാൻ ഞാനൊരു കവിത പോലെ സുന്ദരമായ ഒരു ഹദീസ് കൂടി ഓർമ്മിപ്പിക്കാം. നിർത്തണം എന്ന് വിചാരിക്കുകയായിരുന്നു, എങ്കിലും നിർത്താൻ കഴിയാത്തതുകൊണ്ട് ഞാൻ വിഷമിക്കുന്നു. കവിത പോലെ സുന്ദരമായ ഒരു ശകലം നിങ്ങളുടെ മുമ്പിൽ വെക്കുക. പ്രവാചകൻ എന്നും 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 രാവിലെ ഉറക്കമുണർന്നാൽ തന്റെ വീട്ടിന് സമീപത്തുള്ള വഴിയോരത്ത് ചെന്ന് നിൽക്കുക ഒരു പതിവായിരുന്നു. എന്തിനെന്നറിയുമോ? ആ റോഡിലൂടെ കിഴക്കും പടിഞ്ഞാട്ടുമായി പോകുന്ന പരശതങ്ങളെ കണ്ടാൽ കടന്നു ചെന്ന് കൈകൊടുത്ത് അഭിവാദ്യം ചെയ്യുകയും കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് മുത്തം കൊടുക്കുകയും ചെയ്തുകൊണ്ട് 2-4 കുശലങ്ങൾ മൊഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരും. എഴുതിയ ഹദീസ്, ആ ഹദീസ് ഗ്രന്ഥത്തിൽ പറഞ്ഞ വാക്കുകൾ അറിയുമോ? ഒരു ദിവസം ജീവിക്കാൻ എനിക്ക് ആവശ്യമായുള്ള ഊർജം, എനർജിയല്ലേ അതിനാവശ്യമായിട്ടുള്ളത്, ആവശ്യമായിട്ടുള്ള ഊർജം എനിക്ക് കൈവരുന്നത് ഈ മനുഷ്യബന്ധങ്ങളിൽ നിന്നാണ്. കവിത പോലെ സുന്ദരമല്ലേ? സുൽഫിക്കർ പറഞ്ഞത് ഇറ്റ് ഇസ് എ പീസ് ഓഫ് ലിറ്ററേച്ചർ എന്നാണ്. അതൊരു സാഹിത്യ ശകലമാണെന്നാണ് പറഞ്ഞത്. ഈ ഹദീസ് ഒരു സാഹിത്യ ശകലമാണത്രേ. ഒരു ദിവസം എനിക്ക് ജീവിക്കാൻ ആവശ്യമായ എനർജി, ഊർജം കൈവരുന്നത് അനുദിനം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യബന്ധമില്ലേ, സമ്പർക്കം, ഈ സമ്പർക്കത്തിൽ നിന്ന് കൈവരുന്നു എന്ന്. അതുകൊണ്ട് മനുഷ്യനെ പൂർണ്ണതയിലേക്ക് ഉയർത്താൻ പരിശ്രമിക്കുന്ന ഒരു വലിയ മാനവികതയുടെ പ്രവാചകൻ എന്ന രീതിയിൽ ഞാൻ പ്രവാചകനെ കാണേണ്ടിയിരിക്കുന്നു. അദ്ദേഹം വെച്ചും പോയ അറഫയുടെ മേലെ നിന്ന് ലോകത്തോട് സംസാരിച്ച് അവസാനിപ്പിച്ച ആ ഒരു വാക്യം ഞാൻ അനുസ്മരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് നിങ്ങൾ കേൾക്കുക, അനുസന്ധാനം ചെയ്യുക. ഇവിടെ കേൾക്കാൻ സൗകര്യം ലഭിക്കാത്തവരെ കേൾപ്പിക്കുവാനുള്ള ബാധ്യതയും നിങ്ങൾ ഏൽപ്പിക്കുക എന്ന്. അറഫയിൽ നിന്നൊരുപാട് മാനവികതയുടെ ഒരവകാശ പത്രികയിൽ മാത്രം പ്രതീക്ഷിക്കാവുന്ന ഒരുപാട് ദർശനപഥങ്ങൾ നാം പരിചയപ്പെട്ടു. അത് സൂക്ഷിക്കുമെങ്കിൽ ലോകത്ത് അശാന്തിയും അസമാധാനവും ഒരിക്കലും പിറവിയെടുക്കുമായിരുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആ അറഫയിൽ അദ്ദേഹം അവസാനിപ്പിച്ചു. ആ അറഫയ്ക്ക് ഒരു ചരിത്രപരതയും ഉണ്ടായിരുന്നു. ആ അറഫയിൽ അദ്ദേഹം അവസാനം കയറി നിൽക്കുമ്പോഴാണ് ഞാൻ അദ്ദേഹം ആരെ പ്രതിനിധീകരിക്കുന്നു എന്ന് മനസ്സിലാക്കിയത്. അറഫയിലാണ് ആദ്യത്തെ പ്രവാചകൻ ആദം എന്ന നബിയെ ലോകം കണ്ടത്. അറഫയുടെ മേലെ സ്വർഗത്തിൽ നിന്ന് നിഷ്കാസിതനായ ആദം വന്നു വീണ സ്ഥലം അറഫയാണെന്ന് ഒരു വിശ്വാസമുണ്ട്. ആദ്യത്തെ പ്രവാചകന്
അഭയം കൊടുത്ത സ്ഥലം ഭൂമിയിൽ അറഫയാണെങ്കിൽ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ സുവർണ ശൃംഖലയുടെ അവസാനത്തെ കണ്ണി എന്ന് കരുതാവുന്ന പ്രവാചകൻ മുഹമ്മദ് തന്റെ ആദർശ പ്രചാരണത്തിന്റെ അവസാന തലത്തിൽ അറഫയിൽ ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ പിറകിൽ ഒരു പെരുനിര കാണുകയാണ്. ആ വലിയ നിര, പ്രവാചകന്മാരുടെ നിര അവസാനിക്കുന്നത് ആദമിലാണ്. ആദമിൽ ആരംഭിച്ച് പ്രവാചകൻ മുഹമ്മദിൽ അവസാനിക്കുന്ന പ്രവാചക പരമ്പരയുടെ ഒരു സുദീർഘമായ ഒരു നിരയാണ് ഞാൻ അവിടെ ബോധ്യപ്പെടുന്നത്. അതിന്റെ അർത്ഥം ലോകത്തിൽ അവതീർണരായ മുഴുവൻ പ്രവാചകന്മാരെയും നിങ്ങൾ ഓർക്കണമെന്നും അവരെ മുഴുവനും ഞാൻ പ്രതിനിധാനം ചെയ്യുന്നുവെന്നും എന്നിലൂടെ ആവിഷ്കൃതമായ സനാതന ധർമ്മസാരങ്ങൾ മുഴുവൻ ആദം തൊട്ട് ഞാൻ വരെ അവതരിപ്പിച്ച ദർശനങ്ങളുടെ സമുച്ചയമാണെന്നും ഈ സമ്പൂർണതയായിരിക്കണം നിങ്ങൾ എന്നിൽ ദർശിക്കേണ്ടത് എന്നുമാണ്. ലോകത്തിലുള്ള മതഗ്രന്ഥങ്ങൾ എല്ലാം നല്ലതു തന്നെ, എല്ലാം ദൈവികമായ ആശയങ്ങളുടെ സംഘാതവും തന്നെ. പക്ഷേ അതിലെല്ലാമുള്ള ദർശനസാരങ്ങളെ മുഴുവനും സമാഹരിച്ച് ഇതിൽ ഞാൻ സമന്വയിപ്പിച്ച് ഒരു സമ്പൂർണ്ണ മതമാക്കി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് അദ്ദേഹം ആ അറഫയുടെ മേലെ നിന്നുകൊണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് വേദഗ്രന്ഥം ഖുർആൻ അതിലെ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ നാം ഭിന്ന സ്വരങ്ങൾ പരിചയപ്പെടും. ലോകത്ത് അവതീർണരായ മുഴുവൻ പ്രവാചകന്മാരുടെയും ആശയസാരങ്ങൾ അതിൽ പരിചയപ്പെടും. അതുകൊണ്ട് ഒരു പൂർണ്ണ മതഗ്രന്ഥം എന്ന രീതിയിൽ, ഒരു ജീവിത ഗ്രന്ഥം എന്ന രീതിയിൽ ഖുർആൻ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ്. എന്തുകൊണ്ട് ആവർത്തിച്ച് പ്രവാചകന്മാർ അവതീർണരാവേണ്ടി വന്നു എന്ന ചോദ്യത്തിന് ഉത്തരം മനുഷ്യനല്ലേ. മനുഷ്യന്റെ സാന്നിധ്യവും സമ്പർക്കവും അവന്റെ പെരുമാറ്റവും മാലിന്യം സൃഷ്ടിക്കാറ് പതിവുണ്ട്. കാരണം മനുഷ്യനിൽ ദൈവിക സ്വാധീനം മാത്രമല്ലല്ലോ ഉള്ളത്. അതിനാൽ അവനിലുള്ള പൈശാചിക സാത്താനിക സ്വാധീനം കൊണ്ട് വികലമായി തീരുന്ന വേദഗ്രന്ഥങ്ങൾ, ആ വേദഗ്രന്ഥങ്ങൾ പുനഃശുദ്ധീകരിക്കുവാനും സമ്പൂർണവൽക്കരിക്കുവാനും വേണ്ടി പുതിയ പുതിയ വേദഗ്രന്ഥങ്ങൾ കടന്നു വന്നു. ഖുർആനിലൂടെ ആ പ്രവാഹം അവസാനിക്കുകയും ചെയ്യുന്നു. അത്ര ജാഗ്രതയോടുകൂടി ദൈവം സൂക്ഷിച്ചു പോന്ന ഒന്നാണ് വേദഗ്രന്ഥത്തിലെ വചനങ്ങൾ എന്നാണ് എന്റെ വിശ്വാസം. വിശ്വാസമനുസരിച്ച് എല്ലാ കാലത്തും റംസാൻ കാലതലത്തിൽ ദൈവം അങ്ങുന്നിങ്ങോട്ട് ഒരു പരിശോധനാ ഉദ്യോഗസ്ഥനെ അയക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ആ പരിശോധനാ ഉദ്യോഗസ്ഥന്റെ ദൗത്യം എന്തെന്നറിയോ? ദൈവം പ്രബോധിപ്പിച്ച ആശയങ്ങളിൽ മനുഷ്യൻ അവന്റെ സ്വാർത്ഥപരമായ താൽപര്യങ്ങളാൽ മലിനമായ കയ്യ് പ്രയോഗിച്ച് വികലമാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ്. എന്നിട്ടില്ലെന്ന് ബോധ്യപ്പെട്ടിട്ടാണ് ആ ഇൻസ്പെക്ടർ പരിശോധനാ ഉദ്യോഗസ്ഥൻ തിരിച്ചു പോവുക. അദ്ദേഹം വരുന്ന മാസം, ആ ഇൻസ്പെക്ഷൻ നടക്കുന്ന മാസം റംസാനാണെന്ന് കേട്ടിട്ടുണ്ട്. ആ മാസത്തിൽ ഒരു ദിവസം ഇദ്ദേഹം വരുമ്പോഴും ഈ പരിശോധനാ ഉദ്യോഗസ്ഥൻ, ദൈവമയക്കുന്ന ഉദ്യോഗസ്ഥൻ, അത്ര ഗൗരവം ചെയ്യുന്നതാണ് ഈ ദർശനം. വെറുതെ വിളിച്ചു പറഞ്ഞ കുറെ കാര്യങ്ങളുടെ സമുച്ചയമല്ല, വിലപ്പിടിപ്പുള്ളതാണ്. ജഡികതയിൽ ചൈതന്യം ആവേശിപ്പിക്കുവാൻ പറ്റിയതാണ്. മരിച്ചു കിടക്കുന്ന നിർജീവതയിൽ ചൈതന്യം ആവഹിക്കുവാൻ ഒക്കുന്നതാണ്. ഒരു മൃതജീവനിയാണ്. ലോകത്തിലെ മനുഷ്യരാശിയുടെ വികാസവൃദ്ധികൾക്ക് അനിവാര്യമായ മൃതജീവനിയാണത്. അതുകൊണ്ട് അതിന് കൈമോശം വന്നുകൂടാ, അതിലെ അക്ഷരങ്ങൾ വിനഷ്ടങ്ങളായിക്കൂടാ, അതിലെ വാക്കുകൾ വികൃതങ്ങളായിക്കൂടാ, ഒന്നും അതിന് വൈകല്യമുണ്ടാക്കിക്കൂടാ. പരിശോധനാ ഉദ്യോഗസ്ഥൻ വരുന്നു. ജിബ്രിയേൽ എന്നാണ് ആ ഉദ്യോഗസ്ഥന്റെ പേര് എന്ന് കേൾക്കുന്നു. അദ്ദേഹം വന്നിട്ട് പ്രവാചകന്റെ സമീപത്തിരിക്കും. ഈ റംസാൻ മാസത്തിൽ ഒരു ദിവസം അടുത്തിരുന്നിട്ട് ഇദ്ദേഹത്തോട് ചൊല്ലാൻ ആവശ്യപ്പെടുമ്പോഴും ഇദ്ദേഹം ചൊല്ലുമത്രേ. ചൊല്ലിക്കഴിഞ്ഞാൽ ശരി എന്ന് പറഞ്ഞ് അടിയിൽ കൗണ്ടർ സിഗ്നേച്ചർ വെക്കുന്ന ഒരു ശീലവും ജിബ്രിയേലിനുണ്ടെന്നാണ് അറിയുന്നത്. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, വാക്യങ്ങളൊന്നും ചോർന്നു പോയിട്ടില്ല, പദങ്ങളൊന്നും വിനഷ്ടങ്ങളായി തീർന്നിട്ടില്ല.
അക്ഷരങ്ങളൊന്നും മലിനമയമായി മാറിയിട്ടില്ല, എല്ലാം നന്നായിരിക്കുന്നു എന്ന് ഒപ്പം വെച്ച് തിരിച്ചു പോകാറുണ്ട് പ്രതിവർഷം എന്നും. മരിക്കുന്ന കൊല്ലം, പ്രവാചകൻ മരിക്കുന്ന കൊല്ലം ഇദ്ദേഹം വന്ന് തിരിച്ചു പോയപ്പോ പ്രവാചകൻ തന്റെ മകളുടെ വീട്ടിലേക്ക് ചെന്ന് മകളോട് ഇങ്ങനെ പറഞ്ഞു എന്നും കേട്ടിട്ടുണ്ട്: ഫാത്തിമ, ഇന്ന് എന്നും എന്ന പോലെ ഇന്നും മൂപ്പർ വന്നു. ഒരിക്കലല്ല, ഇക്കുറി 2 വട്ട ചൊല്ലിച്ച്. അല്ല ഫാത്തിമ, എനിക്കൊരാശങ്ക. സാധാരണ 1 വട്ടേ ചൊല്ലിക്കാറുള്ളൂ, ഇന്ന് 2 വട്ടം ചൊല്ലിച്ചു. ഇതെന്റെ അവസാനത്തെ കൊല്ലമായി ഇരിക്കുമോ? അതായിരിക്കുമോ അതിന്റെ അർത്ഥം? ഞാൻ അങ്ങനെ ഭയപ്പെടുന്നല്ലോ. മരിക്കാനുള്ള ഭയമല്ല, അദ്ദേഹത്തിന് മരണം എന്നൊന്നില്ലല്ലോ. മരണം എന്നത് വ്യാവഹാരിക അർത്ഥത്തിൽ അദ്ദേഹത്തിനില്ല. ആ അർത്ഥത്തിലല്ല. 2 വട്ടം ചൊല്ലിച്ചു, എന്തിനായിരിക്കും അത് എന്ന് പറഞ്ഞു പോയിരുന്നു അത്രേ. കഥകളുടെ പരിവേഷമെല്ലാം അടിച്ചു മാറ്റിക്കളാൻ ഒരു കാര്യം മാത്രം എടുക്കുക: വേദഗ്രന്ഥം മൃതജീവനിയാണ്. മാനുഷ്യകത്തിനായി സംഭാവന ചെയ്യപ്പെട്ട വസ്തുവാണ്. അത് നമുക്ക് വിനഷ്ടമായിക്കൂടാ. അതിനാൽ വേദഗ്രന്ഥത്തിൽ ഒരു കൈകടത്തലും വന്നിട്ടില്ലെന്ന് ബോധ്യപ്പെടുത്തുവാൻ പ്രവാചകനുള്ള കാലത്ത് പരിശോധനാ ഉദ്യോഗസ്ഥൻ വരികയും സംതൃപ്തിയോടെ തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മളൊക്കെ വിശ്വാസികളാണ് എന്ന്. പക്ഷെ ഞാൻ ആരോപിക്കാൻ പോകുന്നു, നമ്മിൽ പലർക്കും വിശ്വാസത്തിൽ വിശ്വാസമില്ല എന്ന്. വിശ്വാസത്തിൽ ഊന്നിയുറച്ച് നിൽക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് അസദൃശമായ ഒരു ശക്തിക്ക് കാരണമായി പരിണമിക്കും എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മുദ്രാവാക്യം എന്ന രീതിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കട്ടെ: വിശ്വാസത്തെ വിശ്വാസമാക്കി മാത്രം അവശേഷിപ്പിക്കാതെ വിശ്വാസത്തെ സംസ്കാരമാക്കി പരിണമിപ്പിക്കുവാൻ, മതപരമായ വിശ്വാസത്തെ ആധ്യാത്മിക സംസ്കാരമാക്കിയിട്ട് പരിവർത്തിപ്പിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന നല്ല ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ആ ശ്രദ്ധയ്ക്ക് മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ്. കേട്ടുപോകേണ്ട ഒരു കാര്യമായി ഈ വാക്യത്തെടുക്കാതെ ഉള്ളിൽ ഊറ്റിയെടുത്ത് സൂക്ഷിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. വിശ്വാസത്തെ സംസ്കാരമാക്കി മാറ്റിയെടുക്കാൻ കഴിയണം. ദൈവം ഒന്നേ. ഒരു ചെറിയ ഉദാഹരണം, ഒരു പൊതുയോഗത്തിലെ പ്രസംഗത്തിന്റെ ശൈലിയൊന്നും ഞാൻ ഇന്ന് ആവിഷ്കരിച്ചിട്ടില്ല, വസ്തുത മാത്രം സൂചിപ്പിക്കാം. ദൈവം ഒന്നാണ് എന്നത് വിശ്വാസമാണ്. തൗഹീദ് എന്നത് അതിന്റെ സാങ്കേതിക പദവും. ദൈവം ഒന്നാണ് എന്ന വിശ്വാസം ഉൾക്കൊള്ളുന്ന ഞാൻ ദൈവം ഒന്നാണ് എന്ന വിശ്വാസത്തിന്റെ അനുഗാതാവാണ്. അവിടെ അവസാനിപ്പിക്കാതെ ആ വിശ്വാസത്തെ എങ്ങനെ സംസ്കാരമാക്കി മാറ്റണം എന്ന് ആലോചിക്കണം. ദൈവം ഒന്നാണെങ്കിൽ, ഞാൻ ചിന്ത ആരംഭിക്കുന്നു, ദൈവം ഒന്നാണെങ്കിൽ സൃഷ്ടിജാലങ്ങൾ മുഴുവനും ദൈവത്തിന്റെ അരുമകളാണ്. സംശയമുണ്ടാവാൻ വഴിയില്ലല്ലോ. നമുക്കൊരു പിതൃത്വം ആരോപിക്കാൻ വേണമെങ്കിൽ ദൈവത്തിൽ. ദൈവം ഒന്നാണ് എന്ന വിശ്വാസത്തെ എങ്ങനെ സംസ്കാരമാക്കി മാറ്റാമെന്നാണ് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലുള്ള മുഴുവൻ ജീവരാശികളും നമുക്ക് സഹോദരന്മാരായി പരിണമിക്കും. സഹോദരന്മാരായി പരിണമിക്കുന്നു എന്നത് എങ്ങനെ പ്രയോഗത്തിൽ കൊണ്ടുവരുമെന്നല്ലേ. സഹോദരനാണെങ്കിൽ അവരോട് സ്നേഹ സൗഭ്രാത്രങ്ങൾ, സൗഹൃദങ്ങൾ സൂക്ഷിക്കുവാനുള്ള ബാധ്യത നമുക്ക് അലംഘ്യമാണ്. ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും സഹോദരന്മാരെ പോലെ കരുതുക എന്നത് ദൈവം ഒന്നാണ് എന്ന വിശ്വാസത്തിന്റെ ക്രിയാമുഖമാണ്. സ്നേഹത്തിന്റെ ക്രിയാമുഖം സേവനവും സഹായവുമാണെങ്കിൽ ഒരുവൻ വിഷമിക്കുമ്പോൾ അവിടെ കടന്നു ചെല്ലാനും അവനെ സ്നേഹിക്കാനും അവനെ സേവിക്കാനും നമുക്കൊരു ബാധ്യതയുണ്ട്. ദൈവം ഒന്നാണ് എന്ന വിശ്വാസത്തിൽ നമ്മൾ ഊന്നിയുറച്ച് നിൽക്കുമെങ്കിൽ
സമഷ്ടി സ്നേഹം, സമൂഹത്തെ സേവിക്കൽ, സമസൃഷ്ടികളോട് അടുപ്പം കാണിക്കൽ അലംഘ്യമായ ബാധ്യതയാക്കാം. അങ്ങനെ വരുമ്പോ രോഗിയെ ശുശ്രൂഷിച്ചും ആപത്തിൽപ്പെടുന്നവനെ ആശ്വസിപ്പിച്ചും താണ് കൂപത്തിൽ പതിപ്പോലെ കൈകൊടുത്തുയർത്തിയും സ്നേഹസേവനങ്ങൾ നിർവഹിക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. വിശ്വാസത്തിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ വിചാരത്തിൽ, വാക്കുകളിൽ, പ്രവൃത്തിയിൽ ആ വിശ്വാസത്തിന്റെ സ്വർണ്ണച്ഛവി പ്രസരിക്കണം, നിർബന്ധം. ഞാൻ ചെയ്യുന്നതും ചെയ്തു പോകുന്നതും ആ വിശ്വാസത്തിന് അനുരോധമായിരിക്കണം. ഞാൻ വിളിക്കുന്നതും പറയുന്നതും പാടുന്നതും എല്ലാം ആ വിശ്വാസത്തിന് അനുരോധമായിരിക്കണം. എന്റെ സമസ്ത ജീവിതചര്യകളും ആ വിശ്വാസത്തിന്റെ അലംഘ്യമായ പ്രകൃതം ബോധ്യപ്പെടുത്താനുള്ളതായിരിക്കണം. വിശ്വാസം വേറെ, വിചാരം വേറെ. വിശ്വാസം വേറെ, ഭാഷണം വേറെ. വിശ്വാസം വേറെ, നമ്മുടെ വൃത്തിതലം വേറെ. അങ്ങനെ വരുന്നത് വിരോധാഭാസവും ആത്മവഞ്ചനയുമാണ്. വിശ്വാസം മനസ്സിലെ കാര്യവും അതിന് വിപരീതമായത് കർമ്മതലത്തിലെ കാര്യവുമെന്ന് വരുമ്പോ ഇസ്ലാമിക ഭാഷയിൽ പറഞ്ഞാൽ ഒരു മുനാഫിക്കിന്റെ കർമ്മമായിരിക്കും നമ്മൾ ചെയ്യുക. ഒരു ആത്മവഞ്ചനയുടെ പ്രകൃതം അതിനുണ്ട്. ഞാൻ മട്ടാഞ്ചേരിയിൽ ഒരിക്കൽ പോയി. ആ ജൂതപ്പള്ളിക്ക് സമീപത്ത് ഒരിടത്ത് അവിടെ ചെന്നപ്പോൾ ഒരു സംഭവമുണ്ടായി. പഴയ രേഖകൾ ഞാൻ എപ്പോഴും കാണാൻ ശ്രമിക്കാറുണ്ട്. ഈ പഴയ രേഖകൾ എനിക്കെന്തോ വളരെ കൗതുകമാണ്. ഈ പഴം രേഖകൾ ഒന്ന് ശ്രദ്ധിക്കാൻ. ബഹ്റിനിൽ പിന്നെ ബൈത്തുൽ ഖുർആൻ കാണാൻ ചെന്നപ്പോ ആ 7 തട്ടുള്ളൊരു വലിയ കെട്ടിടമാണ്. ലോകത്തിലെ വിവിധങ്ങളായ രാജ്യങ്ങളിൽ അച്ചടിച്ചിറക്കിയ ഖുർആന്റെ ഓരോ പ്രതി, അതേക്കുറിച്ചുള്ള ചില വ്യാഖ്യാനങ്ങളും മറ്റും കാണുന്ന സൗജന്യമായി കിട്ടുന്ന ലഘുലേഖകൾ. അതിന്റെ കോവണിപ്പടിയിൽ നിൽക്കുന്ന ഒരു സ്ത്രീ നമുക്കിത് സമ്മാനിക്കുന്നുണ്ട്. ഞാൻ രംഗം ഇപ്പോൾ ഓർമ്മിക്കുന്നു. വല്ലാത്തൊരു സന്ദർഭം. ഞാൻ അവിടെ 5 മണിക്കൂർ ബഹ്റിനിൽ ചെന്നിട്ട് അവിടെ പ്രയോജനപ്പെടുത്തുകയുണ്ടായി. 5 മണിക്കൂർ. എനിക്കൊരു കൗതുകമാണ് ഈ പഴയ സാധനങ്ങൾ കാണാൻ പോവുക എന്നൊരു കൗതുകമാണ്. ഇവിടെ ചെന്നപ്പോൾ ഒരു കത്ത് കണ്ടു. ഞാൻ ആ കത്ത് താല്പര്യത്തോടെ വായിച്ചു. ഇംഗ്ലീഷിലുള്ള കത്താണ്. ഒരു ഫ്രഞ്ച് ചെറുപ്പക്കാരൻ നെൽസൺ എന്നൊരാൾ എഴുതിയ കത്താണ്. അദ്ദേഹം വിശ്വാസപരമായി ഒരു സത്യവേദ വിശ്വാസിയാണ്. അദ്ദേഹത്തിന് 27 വയസ്സായിരുന്നു അന്ന്. അക്കാലത്ത്, ഈ കത്തെഴുതുന്ന കാലത്ത്. അദ്ദേഹം മട്ടാഞ്ചേരിക്കടുത്ത് എറണാകുളത്ത് ഒരു എഞ്ചിനീയറായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഒരു പാലം പണി നടക്കുന്നു. മട്ടാഞ്ചേരി പാലമാണ് കെട്ടേണ്ടത്. ചരിത്രപ്രസിദ്ധമാണ് ആ കെട്ട്. അത് 2 കരകളെ ബന്ധിപ്പിക്കുന്നൊരു പാലമാണ്. നിരവധി രാപ്പകലുകൾ ഈ 27-കാരൻ എഞ്ചിനീയർ അതിനുവേണ്ടി പ്രവർത്തിച്ചു. ആളുകൾക്കൊക്കെ അത്ഭുതമാണ്, എന്തൊരു ത്യാഗമാണ്. ഊണില്ല, ഉറക്കില്ല. അവസാനം എല്ലാം സാധിച്ചു. അടുത്ത ആഴ്ച അതിന്റെ ഉദ്ഘാടനം നടക്കും. ഒരു വൈകുന്നേരം ഇദ്ദേഹം തന്റെ ഈ കരവിരുതിന്റെ നിദർശനമൊന്ന് കണ്ട് കുളിർക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കും. വൈകുന്നേരം സായം സന്ധ്യയിൽ ഈ പാലത്തിന്റെ മേലൂടെ, ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടില്ല. ഇദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആർക്കും അദ്ദേഹത്തെ അറിയില്ല. നടന്നു പോകുമ്പോൾ 2-3-4 പേരിങ്ങനെ തമാശയിൽ പറഞ്ഞു പോകുന്നു. അടുത്ത ആഴ്ച ഇതിന്റെ ഉദ്ഘാടനം നടക്കുമെന്ന് അറിയുന്നത്. ആർക്കറിയാം? ഇതൊക്കെ കനമുള്ള വണ്ടിയൊക്കെ വരുമ്പോ ഇത് പൊട്ടിയമരും. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിലെ ഈ ഇത്തരം വികസന പ്രവർത്തനങ്ങളുടെ പ്രകൃതം. പൊട്ടിയമരും. ഇത് ഇദ്ദേഹം കേൾക്കുന്നു. കഥ ആരംഭിക്കുന്നു. ഇത് ഈ മനുഷ്യൻ കേൾക്കുന്നു. അത് അദ്ദേഹത്തിന്റെ കാതിലൂടെ ഹൃദയത്തിൽ ചെന്ന് പ്രതിചലനം സൃഷ്ടിക്കുന്നു. അദ്ദേഹം അലക്ഷ്യമായി കാറ്റത്ത് പാ പോലെ അദ്ദേഹം തന്റെ ക്വാർട്ടേഴ്സിൽ എത്തിച്ചേരുന്നു. അദ്ദേഹത്തിന് ഊണ് വേണ്ട, ഉറങ്ങാൻ കഴിയുന്നില്ല. തിരിഞ്ഞും മറഞ്ഞും കിടന്ന് അദ്ദേഹം ആലോചിക്കുന്നത് ഇതാണ്: എത്ര മാസം രാപ്പകലുകൾ ഞാൻ ഇതിനു വേണ്ടി വ്യയം ചെയ്തു. ഒരു യാഗത്തിനുള്ള, ഒരു യജ്ഞത്തിനുള്ള ഹവിസ് പോലെ ഞാൻ എൻ്റെ ജീവിതത്തെ മാറ്റി തീർക്കുകയായിരുന്നു. ഒരു തപസ്സിന്റെ പൂർത്തിക്ക് എന്നോണം
ഞാൻ പ്രവർത്തിച്ചു വരികയായിരുന്നു. പക്ഷേ സമൂഹത്തിന് ഇതാണോ അഭിപ്രായം? ഇത് ദുർബലമാണ് എങ്കിൽ അത് വിളിച്ചറിയിക്കുന്ന സത്യം എന്തെന്നല്ലേ? ഞാൻ എന്റെ പ്രവൃത്തിയിൽ ആത്മാർത്ഥത കാണിച്ചില്ല. ദുർബലമാണ് എങ്കിൽ സംഭവിക്കുന്ന കാര്യം എന്തെന്നല്ലേ? ഗവൺമെന്റ് എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദേവസ്വം, ദൈവത്തിന്റെ കാശ്, എത്രയോ കോടി ഉറുപ്പിക ഞാൻ ദുർവ്യയം ചെയ്തു എന്നല്ലേ? ദേവസ്വം ഞാൻ ദുരുപയോഗപ്പെടുത്തിയെന്നല്ലേ? ഇത് ചെറിയ കുറ്റമല്ല. ദേവസ്വം ദുരുപയോഗപ്പെടുത്തുക, കർമ്മരംഗത്ത് ആത്മാർത്ഥത കാണിക്കാതിരിക്കുക, ഒരു സത്യവേദ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ധർമ്മനിർവഹണമാണ് കർമ്മരംഗം. അത് ഞാൻ എന്റെ വിശ്വാസത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റമായിരിക്കും. ഇനി എന്തുണ്ട് വഴി? ഇതാര് പറയുന്നു എന്നല്ലേ? പറയാൻ അധികാരമുള്ളവർ പറയുന്നു. ജനത്തിന്റെ കാശാണിത്, ജനമാണിങ്ങനെ മൊഴിയുന്നത്, ദുർബലമാണിത് എന്ന്. അത് അലക്ഷ്യമായി അവഗണിക്കാൻ എനിക്കൊക്കില്ല. എനിക്കൊരു ബാധ്യതയുണ്ട്. എന്റെ കർമ്മം ആത്മാർത്ഥമായിരുന്നുവെന്നും സത്യസന്ധമായിരുന്നുവെന്നും ഞാൻ ഈ കോടി ഉറുപ്പിക ദേവസ്വം നല്ലതിനു വേണ്ടി നല്ലവണ്ണം വിനിയോഗിച്ചു എന്നും ബോധ്യപ്പെടുത്തേണ്ടുന്ന ബാധ്യത എനിക്കുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. ഒരു ദൃഢനിശ്ചയത്തോടുകൂടി അദ്ദേഹം പുറത്തേക്ക് വരുന്നു. രാവിലെ മുറിയിൽ നിന്ന് ദൃഢനിശ്ചയം അറിയുമോ? നേരെ അദ്ദേഹം നടന്നു ചെല്ലുന്നത് ഒരു പ്രിന്റിംഗ് പ്രസ്സിലേക്കാണ്. വരുന്ന ആഴ്ച ഉദ്ഘാടനം നടക്കണം. അദ്ദേഹം ഒരു പ്രസ് മാറ്റർ എഴുതി കൊടുക്കുന്നു. മറ്റന്നാൾ ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഈ പാലത്തിന്റെ ബലപരീക്ഷണം നടക്കും. ആ ബലപരീക്ഷണത്തിന് സാക്ഷിയാകുവാൻ ഈ പരിസരവാസികളെ മുഴുവനും ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് മാറ്റർ എഴുതി കൊടുത്തു. 2 മണിക്കൂർ കൊണ്ട് നോട്ടീസ് അച്ചടിച്ചു വന്നു. ബുധനാഴ്ച, മറ്റന്നാൾ ആയിരക്കണക്കിന് ആളുകൾ തങ്ങളുടെ പ്രദേശത്തെ ചരിത്രം മാറ്റാൻ തീർക്കാൻ പോകുന്ന ഒരു പാലത്തിന്റെ ഉദ്ഘാടനമാണ്. അറിയണം തങ്ങളുടെ പാലത്തിന്റെ ബലത്തെ സംബന്ധിച്ച്. ആയിരക്കണക്കിന് ആളുകൾ അവിടെ എത്തിച്ചേരുന്നു. വൈകുന്നേരം 4 മണിയാണ് സമയം. 3:45 ജനസഹസ്രങ്ങളെ കൊണ്ട് നിബിഡമായി മാറിയിരിക്കുന്നു പരിസരം. പക്ഷെ ആരും എഞ്ചിനീയറെ കാണുന്നില്ല. ഈ നെൽസൺ എന്ന് പറയുന്ന 27കാരൻ ആരും അവിടെയില്ല. അദ്ദേഹത്തെ കാണാനില്ല. 4 മണിയായി. വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നു. വളരെ ദൂരെ നിന്ന് വണ്ടിയുടെ കാളം വിളി കേൾക്കുന്നു. നിമിഷങ്ങളെ കൊണ്ട് വണ്ടി സമീപിച്ചു കഴിഞ്ഞു. ഒരു വലിയ കൂറ്റൻ വണ്ടി, 100 വാഗണുകൾ കൊളുത്തിയിട്ടുള്ള ഒരു കൂറ്റൻ വണ്ടി. നമ്മൾ ഇന്ന് കാണുന്ന വാഗണുകളൊക്കെ 8-10 വാഗണുകളായിരിക്കും. 100 വാഗണുകൾ കെടുത്തിയിട്ടുള്ള. വാഗൺ എങ്ങനെയാണെന്നറിയോ? ആയിരക്കണക്കിന് പൂഴിച്ചാക്കുകൾ നിറച്ച 100 വാഗണുകൾ. അതുപോലെ കനമുള്ള ഒരു വണ്ടി. അതിനുശേഷം ഇന്നോളം ആ പാളത്തിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കുകയില്ല. ശക്തി പരീക്ഷണമാണ്, പാലത്തിന്റെ ബലപരീക്ഷണമാണ്. ഈ വണ്ടി പാഞ്ഞു വന്ന് വലതുകാൽ വെച്ച് മട്ടാഞ്ചേരി പാലത്തിന്റെ മേലെ കയറി. പിന്നെ ഇടതുകാലും വെച്ചു. പാലത്തിൽ കയറി വണ്ടി നീങ്ങി, പാഞ്ഞു പറന്നു. അപ്പോൾ പാലം ഇങ്ങനെ പറയുന്നത് പോലെ നമുക്ക് തോന്നും, നിന്നെപ്പോലുള്ള ഒരു 10 വന്നോ എന്റെ മാറിലൂടെ, തരിമ്പും കുസാതെ ഞാനിവിടെ നിൽക്കും എന്ന ഭാവത്തിൽ ഈ പാലം അദൃശ്യതയോടെ അവിടെ നിൽക്കുന്നു. അപ്പോൾ ആളുകൾക്ക് ഉത്കണ്ഠ അറിയുമോ? എവിടെ പോയി നമ്മുടെ എഞ്ചിനീയർ? അപ്പോഴാണ് പാലത്തിന്റെ നേരെ ചോടെ നിന്ന് ഒരു ശബ്ദം മുഴങ്ങുന്നത്. ഇംഗ്ലീഷിലായിരുന്നു. എന്റെ പാലം അജയ്യമാണ്, അദൃശ്യമാണ്. ലക്ഷക്കണക്കിന് പൂഴിച്ചാക്കുകൾ കയറ്റിയ 10,000-കണക്കിന് വാഗണുകൾ വന്നാലും എന്റെ പാലത്തിന് കുലുക്കമുണ്ടാവുകയില്ല. അത്ര ബലവത്താണ് എന്റെ പാലം. എന്റെ ആത്മാർത്ഥതയും എന്റെ കർമ്മശുദ്ധിയും ചാലിച്ചുണ്ടാക്കിയ പാലമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അലറിക്കൊണ്ട് ആകാശത്തിലേക്ക് കൈയുയർത്തിക്കൊണ്ട് ഒരു കൊച്ചു തോണിയിൽ നിൽക്കുകയായിരുന്ന ഈ എഞ്ചിനീയർ നെൽസൺ കരയിലേക്ക് പാഞ്ഞിറങ്ങുന്നു. ഒപ്പം അദ്ദേഹം മാത്രമല്ല തോണിയിൽ 93 വയസ്സ് പ്രായം വരുന്ന അദ്ദേഹത്തിന്റെ വയോധികനായ പിതാവ്
ആ തോണിയിലുണ്ട്. ഈ പാലത്തിന് അപകടം വരികയാണെങ്കിൽ അത് തന്റെ ആത്മാർത്ഥതയ്ക്കെതിരെയുള്ള വെല്ലുവിളിയാണ്. അതങ്ങനെ സത്യമായി പരിണമിക്കുകയാണെങ്കിൽ ആ മഹാപാതകത്തിന്റെ ഫലമായി ഞാൻ മാത്രം ശിക്ഷ അനുഭവിച്ചാൽ പോരാ, ദുർഭകനായ എനിക്ക് ജന്മം തന്ന എന്റെ അച്ഛനും കൂടി മരിക്കണം, ആ ശിക്ഷയേൽക്കണം എന്ന മനോഭാവത്തോടു കൂടിയാണ് അച്ഛനെയും പിടിച്ച് ഈ തോണിയിൽ ഇരുത്തിയത്. പാലം പൊളിഞ്ഞാൽ ആദ്യം വീഴുന്നതും മരിക്കുന്നതും ഈ രണ്ടുപേരായിരിക്കും. അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എഴുതിയ കത്ത് വികാരസാന്ദ്രം. ഞാൻ പറയണമോ നിങ്ങളുടെ മുമ്പിൽ ഈ സാന്ദ്രവികാരത്തിന്റെ കഥാപഞ്ചകം പറയണമോ? ആ കത്തിന്റെ അവസാനത്തെ വാക്യം അറിയുമോ നിങ്ങൾക്ക്? ആ കത്തിന്റെ അവസാനത്തെ വാക്യം, ഞാൻ ഖുർആൻ എന്ന വേദഗ്രന്ഥം തരുന്ന സംസ്കാരത്തിൽ നിന്ന് ശക്തിയും ചൈതന്യവും ആവഹിച്ചുകൊണ്ട് ജീവിച്ചു പോരുന്ന ഒരു വിനീതദാസനാണ്, ദൈവത്തിന്റെ വിനീതദാസനാണെന്ന്. ഇസ്ലാം സംസ്കൃതിയിൽ ഊന്നിയുറച്ച് ഊറ്റം കൊണ്ട് തന്റെ ചൈതന്യവും ശക്തിയും മുഴുവനും താൻ സമാഹരിക്കുന്നത് ഇതിൽ നിന്നാണ് എന്ന് അന്നേരത്ത് പോലും ഓർമ്മിച്ച് കുറിച്ചുവെച്ച ആ മനുഷ്യന്റെ വിശ്വാസ സംസ്കൃതിയില്ലേ, ആ വിശ്വാസത്തിന്റെ ആത്മീയ സംസ്കൃതി വളർത്തിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്. വിശ്വാസത്തെ മതത്തിന്റെ വിശ്വാസമാക്കി അവശേഷിപ്പിക്കാതെ റിലിജിയസ് ഫെയ്ത്തിനെ സ്പിരിച്വൽ കൾച്ചറാക്കി മാറ്റുവാൻ, അതിന്റെ ജീവിതത്തെ പ്രബുദ്ധമാക്കി പരിണമിപ്പിക്കുവാൻ സാധിക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഞാൻ അതിനെപ്പറ്റി സംസാരിക്കട്ടെ. ആത്മീയമായ ഉണർവ് ഉണ്ടാക്കാൻ സഹായിക്കാത്ത വിശ്വാസങ്ങളെല്ലാം വിശ്വാസാഭാസങ്ങളാണ് എന്ന് വിളിച്ചു പറയാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം. ഒരിക്കൽ കൂടി ഞാൻ ആ വാക്കൊന്ന് പറഞ്ഞോട്ടെ. ആത്മീയമായ ഉത്തേജനവും ഉണർവും നൽകാൻ ഉതകാത്ത വിശ്വാസങ്ങളെല്ലാം വിശ്വാസ വൈകൃതങ്ങളും വിശ്വാസാഭാസങ്ങളും ആണ് എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സായന്തനത്തിൽ പ്രവാചകൻ മദീന പള്ളിയുടെ സമീപത്ത് ഇരിക്കുന്നു. അദ്ദേഹത്തിന് ചുറ്റും 8-10 അനുചരന്മാരും ഇരിക്കുന്നു. അദ്ദേഹം ആകാശത്തിന്റെ അനന്തതയിലേക്ക് ഒരു നിമിഷം നോക്കി, കണ്ണ് തിരിച്ചെടുത്തു, കണ്ണടച്ചു. അദ്ദേഹം ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളൊക്കെ എത്ര ഭാഗ്യവാന്മാർ, സന്തോഷം. ഹദീസാണ്, ബുഖാരി ഉദ്ധരിച്ച ഹദീസ്. സന്തോഷം. എത്ര പ്രകാശമെന്ന കാലതലം, സന്തോഷം. നന്മയുടെയും ധർമ്മത്തിന്റെയും പ്രഭാവം എന്ന വിശ്രുതമായ കാലഘട്ടം, സന്തോഷം. അനുചരന്മാരും സന്തോഷിച്ചു. അദ്ദേഹം തുറന്നു പറയുന്നു, എന്നാൽ ആ എന്നാൽ എന്ന ഉപസർഗത്തിന് ഒരുപാട് അർത്ഥമുണ്ട്, ഉത്കണ്ഠയെ ഉദ്വേലിപ്പിക്കാൻ ശക്തിയുമുണ്ട്. എന്നാൽ അടുത്ത തലമുറ ഇന്നത്തേതിനേക്കാൾ മോശമായി തീരും. അതിനപ്പുറത്തെ തലമുറ അതിലും മോശമാകും. അതിനപ്പുറത്തെ മൂന്നാമത്തെ തലമുറ അതിനേക്കാളും മോശമാകും. അങ്ങനെ 1000 കൊല്ലം കഴിയുമ്പോഴേക്ക് മനുഷ്യരാശി അന്ധകാരത്തിലേക്ക് തലകറങ്ങി വീഴും. ധർമ്മം ക്ഷയിക്കും, നാശം കതിർക്കും, ദ്രോഹം പെരുകും, ആന്ധ്യം ഇഴുകിക്കൂടും, പരസ്പരം കത്തിവാളോങ്ങി കണ്ഠം വെട്ടുന്ന ദുരവസ്ഥ വന്നുവിടും. കരയിലും കടലിലുമൊക്കെ ഇരുളു പരക്കും, അഗ്നി പ്രസരിക്കും. ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഈ അനുചരന്മാരാകെ വിഭ്രമിച്ചു. ഈ കാലഘട്ടം ഈ തലമുറ ഭാഗ്യം ചെയ്തത് അവിടെ നിന്ന് എഴുതുകയാണ്. ഒരു തലമുറക്ക് നിങ്ങൾ വേണമെങ്കിൽ അധ്യാപകരല്ലേ, ഗണിതശാസ്ത്രം സഹായിക്കും. ഇപ്പോഴും ഒരു തലമുറക്കൊരു 80 കൊല്ലം, വേണ്ട 100 തന്നെ കണക്ക് കൂട്ടാൻ സഹായമാണ്. രണ്ടാമത്തെ തലമുറക്ക് വീണ്ടും ഒരു 100 കൊല്ലം, അതും കഴിഞ്ഞു. മൂന്നാമത്തെ തലമുറക്ക് വീണ്ടും ഒരു 100 കൊല്ലം,
300 കൊല്ലം കഴിഞ്ഞു. പിന്നൊരു1000 കൊല്ലം കഴിയുമ്പോഴേക്ക് എന്നും അദ്ദേഹം പറഞ്ഞു 1300 കൊല്ലം. അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ നിന്ന് 1300 കൊല്ലം കഴിയുമ്പോഴേക്ക് മനുഷ്യരാശി സാംസ്കാരികമായി, ധാർമ്മികമായി, സദാചാരപരമായി, മാനവികമായി തകർന്നടിയുന്ന ഒരു ദുരവസ്ഥയിലേക്ക് വന്നെത്തുമെന്നും കരയിലും കടലിലും ആസുരവൃത്തികൾ ആഞ്ഞടിക്കുമെന്നും അന്തരീക്ഷം മുഴുവനും ഇരുളുറഞ്ഞുകൂടുമെന്നും പറഞ്ഞാണ് പ്രവാചകൻ നിർത്തുന്നത്. ഉത്കണ്ഠയോടുകൂടി, അത്യന്തം ആശങ്കയോടുകൂടി അനുചരന്മാരിൽ ഒരാളല്ല, രണ്ടുപേരുമല്ല, എല്ലാവരും ഒപ്പം പ്രവാചകനോട് ചോദിക്കുന്നു, തിരുമേനി എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് കത്തിവാളോങ്ങി കണ്ഠം വെട്ടാൻ, അന്തരീക്ഷത്തിൽ ആന്ധ്യം നിറയാൻ, ആസുരമായ ഭാവങ്ങൾ ഇവിടെ ചണ്ഡീനൃത്തം നടത്താൻ എന്തുകൊണ്ടൊരുങ്ങുന്നു എന്ന് പ്രവാചകനോട് ചോദിക്കുന്നു. പ്രവാചകന് ബാധ്യതയുണ്ട് ചോദ്യത്തിന് ഉത്തരം പറയാൻ. പ്രവാചകൻ കണ്ണടച്ചു. ഒരു നിമിഷം പ്രവാചകൻ കണ്ണു തുറന്നു. പ്രവാചകൻ പറഞ്ഞു, ഒറ്റ വാക്ക്, വേദഗ്രന്ഥത്തെ വിസ്മരിക്കുന്നു. വേദഗ്രന്ഥത്തെ വിസ്മരിച്ചുകൊണ്ടാണ് ഈ ദുരവസ്ഥ മുഴുവനും വന്നെത്തിയത് എന്ന് പ്രവാചകൻ പ്രതിവചിക്കുന്നു. ഈ അന്ധകാരത്തിന്റെ അരങ്ങേറ്റത്തിന് കാരണം വേദഗ്രന്ഥത്തെ വിസ്മരിക്കുന്നു എന്നതുകൊണ്ടാണെന്ന് പ്രവാചകൻ അറിയിക്കുന്നു. കരയിലും കടലിലും ആന്ധ്യം വഴിഞ്ഞു നിൽക്കാൻ കാരണം വേദഗ്രന്ഥത്തെ വിസ്മരിക്കുന്നു എന്നതാണെന്ന് അറിയിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും മുഖം കുനിച്ചു. കുനിക്കാൻ കാരണം വേദഗ്രന്ഥത്തോട് സത്യദീക്ഷ പുലർത്താൻ തങ്ങൾക്ക് കഴിയാതെ പോകുന്നല്ലോ എന്നോർത്താണെങ്കിൽ. ഞാൻ മറ്റൊന്നും പറയാതെ ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചു നിർത്താം. വേദഗ്രന്ഥത്തെ വിസ്മരിക്കുന്നത് കൊണ്ടാണ് ഈ വിശ്വവിനാശമെങ്കിൽ ഈ വിശ്വവിനാശത്തിൽ നിന്ന് വിനിർമുക്തി നേടുവാൻ എന്ത് മാർഗം എന്ന ചോദ്യം സ്വാഭാവികം. ഈ ലോകത്തിന്റെ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗമെന്ത് എന്നതൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം പ്രവാചകന്റെ ഉത്തരത്തിൽ വിലീനമായി കിടക്കുന്നു എന്നും ഞാൻ അനുസ്മരിപ്പിക്കട്ടെ. വേദഗ്രന്ഥത്തെ വിസ്മരിച്ചതുകൊണ്ടാണ് നമ്മൾ ഈ വിനാശത്തിന്റെ കടൽ നടുവിൽപ്പെട്ട് ശ്വാസം മുട്ടി മരിക്കാൻ ഒരുങ്ങുന്നത് എങ്കിൽ, അക്രമങ്ങളും ആഹവങ്ങളും ഉരുക്കൂട്ടി ആസുരവൃത്തി ഇവിടെ ആരംഭിച്ചത് വേദഗ്രന്ഥത്തെ വിസ്മരിച്ചതുകൊണ്ടാണ് എങ്കിൽ, ഇതിൽ നിന്നുള്ള വിമോചനത്തിന്, കരപറ്റുന്നതിന്, പ്രകാശം വഴിയുന്നതിന്, ജീവിതം പുനഃസ്ഥാപിക്കുന്നതിന് വഴിയെന്ത്, മാർഗമെന്ത് എന്ന ചോദ്യം നമ്മുടെ മുന്നിൽ ഉയർന്നു വരും. ഉത്തരം നിങ്ങൾക്കറിയാം, എനിക്കുമറിയാം. വേദഗ്രന്ഥത്തെ പുനർജനിപ്പിക്കുക. വേദഗ്രന്ഥത്തെ നിങ്ങളുടെ മനസ്സിൽ പുനർജനിപ്പിക്കുക. വേദഗ്രന്ഥത്തെ നിങ്ങളുടെ വചനങ്ങളിൽ പുനർജനിപ്പിക്കുക. വേദഗ്രന്ഥത്തെ നിങ്ങളുടെ കർമ്മതലങ്ങളിലേക്ക് ആവിഷ്കരിക്കുക. നമ്മുടെ വിചാരത്തിലും നമ്മുടെ ശബ്ദത്തിലും നമ്മുടെ വൃത്തിയിലും വേദഗ്രന്ഥത്തിലെ മഹിതാനുശാസനങ്ങൾ അനുസരിക്കപ്പെടുമെങ്കിൽ ഈ വിനാശത്തിൽ നിന്ന് നമുക്ക് വിനിർമുക്തി നേടുവാൻ കഴിയും എന്ന് പ്രവാചകൻ അറിയിക്കുന്നു. അതുകൊണ്ട് സാമൂഹ്യമായ സകല വിനകളെയും അതിജയിക്കുവാൻ, വിനാശത്തിന്റെ കടൽ നടുവിൽപ്പെട്ട് ശ്വാസം മുട്ടി അന്ത്യനിമിഷത്തെ അഭിമുഖീകരിച്ചിരിക്കുന്ന അഭിശക്തമായ ശബ്ദമായ ഈ ആധുനിക സമൂഹത്തിന് രക്ഷ നേടുവാൻ വേദഗ്രന്ഥങ്ങൾ നമ്മുടെ വാക്കുകളിൽ, വിചാരത്തിൽ, കർമ്മതലത്തിൽ പുനർജനിക്കേണ്ടതുണ്ട്. ആ അവസ്ഥ കൈവരിക്കുവാനുള്ള ആത്മീയമായ ആർജവം സ്വാംശീകരിക്കുവാൻ ഇതുപോലുള്ള സന്ദർഭങ്ങൾ സഹായകങ്ങളായി പരിണമിക്കട്ടെ എന്ന് ഹൃദയപൂർവകം വിനയപുരസരം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കട്ടെ. സന്തോഷം.